നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് എം ഏക വൈസ് ചെയർമാൻ ശ്രീ PC ജോർജാണ് ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക്. സ്വാഗതം. ബാർ കോഴയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നു, ടെലിവിഷൻ ചാനലുകളിൽ പലതും പറഞ്ഞു എന്നിരിക്കും, പക്ഷേ അതുമായി മുന്നോട്ട് പോകാം എന്ന്. ആ രീതിയിലൊരു സംഭാഷണം നിങ്ങൾ തമ്മിൽ നടന്നിരുന്നു. അതിൻ്റെ ശബ്ദരേഖയുണ്ട് എന്ന് പറയുന്നു. കെ എം മാണിയെ താങ്കളുടെ പാർട്ടി നേതാവിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആദ്യം പ്രകാശ് പറഞ്ഞ എൻ്റെ അഭിപ്രായ വ്യത്യാസം പറയട്ടെ. ബാർ കോഴ വിവാദം ഒരു വിവാദമേ ഇല്ല. അത് ചില മാനസിക രോഗികളുടെ ജൽപ്പനം മാത്രമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കണേ. അപ്പോൾ പ്രകാശ് തർക്കമില്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യം. പ്രകാശ് എന്നാലും എല്ലാ ആളുകൾ കേൾവിക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യം. ബിജു രമേശ് ഏതായാലും കെ എം മാണി ബാർ നൽകുന്നതിൽ വിമുഖത കാണിച്ചു എന്ന വൈരാഗ്യത്തോടുകൂടി കെ എം മാണിയെ ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാണി സാറിനെതിരായിട്ടുണ്ടാകുന്ന വാർത്ത അനുകൂലമായി മാണി സാറിനെ ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു, ബിജുവിനെ സഹായിക്കുന്നെങ്കിൽ ബിജുവിൻ്റെ ആഗ്രഹം മാണി സാറിനെ ശരിപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അയാൾ പുറത്ത് പറയും. പുറത്ത് പറഞ്ഞതിനെ കേസ് പൊളിഞ്ഞില്ലേ? ഞാൻ സഹായിക്കില്ല പിന്നെ. അപ്പോൾ മാണി സാറിനെ ശരിപ്പെടുത്തുക എന്ന് അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നാണ് ബിജുവിൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചാൽ അയാൾ ഒരു കാരണവശാലും അത് പുറത്ത് പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മാനസിക രോഗിയാണ് ഞാൻ. അത്ര അബദ്ധം കാണിക്കൂ. എൻ്റെ പാർട്ടി ചെയർമാനെതിരായിട്ട് അത്ര മോശമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ഇതൊക്കെ അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞെങ്കിലും മാനസിക രോഗികളുടെ ഒരു കൂട്ടം എന്ന് തന്നിടമായിട്ട് നമ്മുടെ പ്രകാശന് വിശ്വസിക്കാം. പക്ഷേ ശ്രീ PC ജോർജ്, താങ്കൾ പറഞ്ഞത്, ഈ വിഷയമുണ്ടായ അന്ന് രാത്രി പറഞ്ഞത് 15 കോടിയിൽ 1 കോടി കെ എം മാണി അല്ല, ബാക്കി പണം എവിടെ, ആരെല്ലാം വാങ്ങി? മറ്റൊന്ന്, ഒരു ഗൂഢാലോചന താങ്കൾ ആരോപിച്ചു. താങ്കൾ അതിനെ പ്രതിരോധിക്കാൻ നിന്നില്ല. മാത്രമല്ല, ഈ അഴിമതിയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ രീതിയിൽ പണം പിരിക്കുന്നതും അഴിമതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉണ്ണി താങ്കളുമായി ഇക്കാര്യം പങ്കുവച്ചിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ ഇതിനെ അംഗീകരിക്കുക ചെയ്ത്. അല്ല, ഈ പ്രകാശ് എന്നെ ഒരു വലിയ തെറ്റ് ഞാൻ പറയാത്തത് പറഞ്ഞിട്ട് അങ്ങനെ താങ്കൾ പറഞ്ഞു എന്ന് സ്ഥാപിക്കുക പ്രകാശ് ചെയ്യുന്നത്. 15 കോടിയിൽ 1 കോടി മാണി സാർ വാങ്ങി, അത് ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, ബാർ കോഴ ഇടപാട് ബിജു പറഞ്ഞപ്പോൾ എത്രയെന്ന് പറഞ്ഞില്ല അയാൾ. ഞാനാണ് പറഞ്ഞത് 15 കോടിയെന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? കാരണം എന്താ വെച്ചാൽ 2 ലക്ഷം രൂപ വെച്ച് പിരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ 730 ബാർ 15 കോടി രൂപ ഉണ്ട്. ആ 15 കോടിയിൽ 1 കോടി രൂപ കൊടുത്തു എന്നാണല്ലോ ബിജു പറയുന്നത്. ആ 1 കോടി മാറ്റി വെക്കുന്നതാണ്. മാറ്റി വെക്കുന്ന പറഞ്ഞാൽ മാണി സാറിന് കൊടുത്തെന്നാണോ? ആ 1 കോടി മാറ്റി വെച്ചിട്ട് ബാക്കി 14 കോടി. ആ 14 കോടി 2 കോടി നമ്മുടെ വക്കീലന്മാരുടെ ഫീസൊക്കെ നല്ല അറിയാമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു തരണോ ഇവിടെ റിപ്പോർട്ടർ ചാനലിൽ? ഒരു 2 കോടി അങ്ങ് മാറ്റി പോയി. എന്നാലും ബാക്കി 12 കോടി ഉണ്ടല്ലോ, അത് എവിടെ കൊടുത്തു എന്ന് പറയണ്ടേ? ഞാനത് വെറുതെ ചോദിച്ചതല്ല. ഉണ്ണി എന്ന് പറയുന്ന ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് അൺഎക്സ്പെക്റ്റഡായിട്ട് കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ കരുനാഗപ്പള്ളി ഗസ്റ്റ് ഹൗസിൽ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഇവളോടി വന്നു സംസാരിച്ചു. ഞാൻ 2 ചപ്പാത്തി നിന്നുകൊണ്ടെങ്കിൽ നേരം മുഴുവൻ അയാളവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അയാളുടെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അയാളങ്ങ് വിശദീകരിച്ചു. ഇത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുക. അയാൾ കാശും കൊണ്ടുവന്ന് ചരിത്രവും പറഞ്ഞു. ആ ചരിത്രമൊക്കെ കേട്ട വ്യക്തി എന്ന നിലയിൽ അത് മുഴുവൻ പുറത്ത് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതൊരു മര്യാദയില്ല. രഹസ്യമായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനത് പരസ്യപ്പെടുത്തുന്നത് മാന്യതയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ എനിക്കറിയാം അവിടെ കോഴയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തെളിവുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു, വെറുതെ പറയോ? കോഴ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ PC ജോർജിന്റെ കയ്യിൽ തെളിവുണ്ട്. എന്തൊക്കെയാണ്? പറയാം. ഞാൻ പറയുമ്പോൾ ഞാൻ ഈ ഉണ്ണിയുമായിട്ട് സംസാരിക്കും. അത് മുഴുവൻ കേട്ടോണ്ട് ഉണ്ണിയുടെ സുഹൃത്തും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും നിൽപ്പുണ്ട്. ഇപ്പം അങ്ങനെ കൊണ്ട് ഇവിടെ ആയിരാക്കിയാൽ മതി. ഉണ്ണി എന്താ പറഞ്ഞത് മുഴുവൻ അങ്ങനെ പറയേണ്ടി വരും. അതാണ് എനിക്ക് തെളിവെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ ചുമ്മാ അങ്ങനെ ഈ പുഴിക്കടകൻ അടിച്ചങ്ങ് പോയതൊന്നുമല്ല. താങ്കൾക്ക് കുറെ കൂടി വിശദമായി കാര്യങ്ങൾ അറിയാമല്ലോ, തീയതികൾ അറിയാം, ആർക്ക് പണം കൊടുത്തു എന്നറിയാം. അപ്പോൾ ബാർ കോഴയെ സംബന്ധിച്ച് ഒരു ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ എന്നതിനപ്പുറത്ത് എത്ര വലുതാണ് ഈ കോഴ, ആർക്കാണ് പണം കൊടുത്തത് എന്നൊക്കെ PC ജോർജിന് അറിയാമല്ലോ. ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് സമൂഹത്തോട് പറയാമല്ലോ. സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടപ്പോൾ പറയും, യാതൊരു സംശയമില്ല.
അത് യാതൊരു തർക്കവും ഇല്ല, അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. ഒഴിഞ്ഞു കാരണം മാറുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അറിയാം, താങ്കളിപ്പോൾ അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നു. ഈ കോഴ ബിജു രമേശ് പുറത്ത് പറയുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ചീഫ് വിപ്പ് കൂടിയായ ശ്രീ PC ജോർജിന് അറിയാമായിരുന്നു ഇങ്ങനൊരു കോഴ ഉണ്ട്, ഇങ്ങനൊരു ആരോപണം ഉയരുന്നുണ്ട്, ഇന്ന ആളുകൾ ഇന്ന പൈസ മേടിച്ചിട്ടുണ്ട്. താങ്കൾ അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാരിനെ, ബന്ധപ്പെട്ട ആളുകളെ, താങ്കളുടെ മുന്നണിയുടെ നേതൃത്വത്തെ, പാർട്ടിയുടെ നേതൃത്വത്തെ, മുഖ്യമന്ത്രിയെ ഇത് അറിയിച്ചിട്ട് ആ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അഴിമതി മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അറിഞ്ഞിട്ട് പറഞ്ഞില്ല. ഇത് എന്ത് ഗുരുതരമായ തെറ്റാ? അഴിമതി മൂടി വെക്കാൻ ശ്രമിച്ചു വരുന്നതിൽ അർത്ഥമില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നത് ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ 15 പോയിട്ട് 5 കൂടെ കൂടുതൽ വന്നല്ലോ. എങ്ങനെ വന്ന 5 കൂടി കൂടുതൽ 20? അപ്പോൾ കഴിഞ്ഞ 3 വർഷം ഒരാൾ പറയുമ്പം വരികൾക്കിടയിലൂടെ സത്യം കണ്ടെത്താനുള്ള ബോധവും വിവരമൊക്കെ കേരളത്തിലെ ജനസമൂഹത്തിനുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2011 വരെ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ഇരുന്നപ്പോൾ നമ്മുടെ ഗുരുദാസൻ സഖാവ് ഒരു പൈസ പോലും മുടക്കാതെ ഈ 418 ബാറുകളും പുതുക്കിയിരുന്നു. തർക്കമില്ലല്ലോ. അപ്പോൾ ഒരൊറ്റ കടലാസ് ഒറ്റ ഓർഡറിലൂടെയാണ് പുതുക്കിയിരുന്നത്. ഇപ്പോൾ അത് പുതുക്കുന്നതിന് തർക്കങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഒറ്റ ഓർഡറിലൂടെ ഇത് പുതുക്കാമായിരുന്നല്ലോ മുഴുവൻ. അന്നും അഴിമതി നടന്നു. പക്ഷേ മന്ത്രി ലെവലല്ല, അത് കുറവുണ്ടായിരുന്നു. കാരണം എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ കമ്മീഷണർ മുതൽ അങ്ങ് മുകളിലോട്ടായിരുന്നു. പക്ഷേ 418 ഒരുമിച്ച് പുതുക്കാൻ ഉത്തരവ് അദ്ദേഹം കൊടുത്തോടുകൂടി ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അത് ഒതുങ്ങിപ്പോയി. ഇപ്പോൾ വന്ന കുഴപ്പം എന്താ? അത് 418 ഓരോ ബാർ വെച്ച് പുതുക്കണം. അങ്ങനെ പുതുക്കുന്നു വന്നുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതിൻ്റെ ചിലവാണല്ലോ 5 കോടി ഇപ്പോൾ ബിജു പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞതും ബിജു പറഞ്ഞതും രണ്ടാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ പറഞ്ഞ 15ഉം ബിജു പറഞ്ഞ 5 പറയുന്നത് 3 കൊല്ലം കഴിഞ്ഞ് 3-3.5 കൊല്ലത്തെ ഈ പുതുക്കിൻ്റെ ചിലവ്. അല്ല, അതായത് താങ്കൾ പറയുന്നതും ബിജു രമേശ് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വ്യത്യാസമുണ്ട്. അല്ല, ഈ 418 ബാറുകൾ അടച്ചത് തന്നെ കോഴ വാങ്ങിയതിന് ശേഷം ഇത് തുറക്കാനാണ് എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞില്ല. അല്ല, നമ്മൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതായത് ബാർ ഹോട്ടൽ തുടക്കുന്നത് ഒരു നയപരമായ കാര്യം. ഇത് ഒരു ബാറിന് എത്ര രൂപ ഈടാക്കാം, ഫീസ് എത്ര, ഇത് ഫിക്സ് ചെയ്യും. അല്ല, ഇതിൽ ഏറ്റവും അത് ഫിക്സ് ചെയ്തോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിക്സ് നയപരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ PC ഒഴിഞ്ഞു മാറുന്നു എന്ന് വേണമെങ്കിൽ തോന്നാം. കാരണം മാർച്ച് മാസത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ KM മാണിയാണല്ലോ ആദ്യം തന്നെ ഈ ബാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ മാറ്റിവെക്കുന്നത്. അതിനുശേഷം K ബാബുവിൻ്റെ അടുത്ത് വീണ്ടും, അതായത് അവിടെയാണ് ഈ കോഴ വരുന്നത്. അതായത് ധനവകുപ്പ്, നികുതി വകുപ്പ്, ഈ വകുപ്പുകൾ, നികുതി വകുപ്പാണല്ലോ, എക്സൈസ് വകുപ്പ് മാത്രമല്ല, നികുതി വകുപ്പിൻ്റെയും കൂടി കീഴിലാണ് ബാർ ഹോട്ടൽ. അപ്പോൾ നികുതി വകുപ്പിൻ്റെ തർക്കം പറയുന്നു KM. അതിനുശേഷം അടുത്ത എളുപ്പമുണ്ട്. 26-ാം തീയതി ക്യാബിനറ്റ് ഫയൽ ചർച്ച വരുന്നു. മന്ത്രി കണ്ടില്ലെന്ന് മന്ത്രി പറയുന്നു, ധനകാര്യമന്ത്രി പറയുന്നു. 27-ാം തീയതി മന്ത്രി കാണുന്നു. 28-ാം തീയതി വീണ്ടും ഫയൽ എക്സൈസിന് പോയി. അപ്പോൾ 2 ദിവസം കൊണ്ട് ഈ കോടികൾ മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്ത് 2 ദിവസം അയച്ചു. മനസ്സാണ് ഫയൽ പെൻഡിങ് വെക്കാമായിരുന്നല്ലോ, വെച്ചില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ബിജു രമേശ് പറയുന്നത്. ബിജു രമേശ് അവിടാണ് പൊളിയുന്നത്. അതാണ് പ്രശ്നം. 26-ാം തീയതി ക്യാബിനറ്റ് അത് കണ്ടില്ല എന്ന് പറയുന്നു. 27-ാം തീയതി ഫയലും ധനകാര്യമന്ത്രി മാണിസാർ കാണുന്നു. 28-ാം തീയതി ഫയൽ ചെല്ലുന്നു എക്സൈസിലേക്ക്. അപ്പോൾ അതിനിടയ്ക്ക് കാശ് വാങ്ങി എങ്ങനെ ചിലവാകും? 26-ാം തീയതിയുടെ ക്യാബിനറ്റ് അതിന് മുൻപാണ് 15 ലക്ഷം കൊടുത്തതെന്ന് ബിജു രമേശ് പറയുന്നു. ഈ 26-ാം തീയതി വേറെ വലിയ പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയാം. ആ 26-ാം തീയതിയിലെ പണമിടപാടിനെ കുറിച്ച് കുറെ കൂടി വിശദമായി 26-ാം തീയതി എല്ലാ മാസവും 26-ാം തീയതി, ഒരു മാസം മാത്രമല്ല 26-ാം തീയതി ഉള്ളത്. അല്ല, ഈ മാർച്ച് 26-ന്റെ കാര്യമാണ് താങ്കൾ അന്ന്, അല്ല, ഒക്ടോബർ 31-ാം തീയതി താങ്കൾ ടെലിവിഷൻ ചാനലിൽ പറഞ്ഞത്. ഈ മാർച്ച് 26-ന് ആർക്കൊക്കെ കൊടുത്തു എന്നുകൂടി ബിജു പറയൂ എന്ന് ബിജു രമേശിനോടാണ് പറഞ്ഞത് ടെലിവിഷൻ ചർച്ചയിൽ. ഞാൻ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞു. എവിടുന്ന്? താങ്കൾ കൈരളി ചാനലിന്റെ ടെലിവിഷൻ ചർച്ചയിൽ 12 കോടി കണക്കേക്ക് വാ. അതെ, ബിജു രമേശിനോട് പറഞ്ഞു ബാക്കി കോടികൾ എവിടെ? 26-ന് നിങ്ങൾ ആർക്കാണ് പണം കൊടുത്തത്? ആര് പറഞ്ഞിട്ടാണ് അയാളെ കാണാൻ പോയത്? ഇതൊക്കെ ചോദിച്ചല്ലോ എന്റെ സഹോദരൻ. ഒറ്റ ചോദ്യം. ഇയാള് പറയുന്നല്ലേ, ബിജു രമേശ് പറയുന്നു ഈ 1 കോടി 2-3 പോയിട്ട് 12 ഉണ്ട്. പനിയാണ്. ആ 12 കോടി കണക്ക് ഇതുവരെ വരാത്ത എന്താണ്? അതും കൂടെ വരട്ടെ. അത് അവിടെ ഒരു സംശയമുള്ളത്, പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കളെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും KM മാണിയെ മുൻനിർത്തിക്കൊണ്ട് ആരോപണ വർഷങ്ങൾ ചൊരിയുന്നവർ തന്നെ
എക്സൈസ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കാത്ത ബാർ നിരോധനത്തിനെതിരായി അതിനെ മുടക്കാൻ ഇറക്കുന്ന പണം എന്തുകൊണ്ട് KM മാണിക്ക് കൊടുത്തു? ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ KM മാണി അല്ലാതെ മറ്റ് മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളിലേക്ക് പണം പോയി എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അപ്പോൾ ആ ചോദ്യത്തിന് കുഴപ്പം മാണി സാറ് മേടിച്ച് ബാക്കിയുള്ളവർ കൊടുത്തോന്ന് എന്നോട് ചോദിക്കുന്നത്. നിങ്ങളും മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കെ ബാബു വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമായി ഒരു ദിവസം ആഹ്വാനം ചെയ്യുകയാണ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. ഉപ്പ് തിന്നത് മാണി സാറാണോ എന്ന് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നതിന് പകരം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരള കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? അതോ എക്സൈസ് മന്ത്രി വിശ്വസിക്കുന്നുണ്ടോ KM മാണി കോഴ വാങ്ങി? കേരള കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ബാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് നമ്മുടെ സുധീരനും 3 പേരും കേരള കോൺഗ്രസ് നേതാവ് KM മാണി സാറിനെ ഡിഫെൻഡ് ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന ആരോപണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു സംശയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചതിന് പ്രതാപൻ്റെ പേരിൽ നടപടി എന്ന നിലയിൽ പറയുക സ്ഥിതിക്ക് ഒരു തർക്കത്തിൽ അങ്ങനെ ഒഴിഞ്ഞു മാറില്ല. കാരണം PC അന്ന് പറഞ്ഞത് A ഗ്രൂപ്പിന്റെ ഒരു ഗൂഢാലോചന, കോൺഗ്രസ് A ഗ്രൂപ്പിന്റെ ഒരു ഗൂഢാലോചന താങ്കൾ പറഞ്ഞു. അതുപോലെ കൊല്ലത്തും എറണാകുളത്തും വെച്ച് മന്ത്രിമാർക്ക് പണം കൈമാറിയതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലെ A ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ട്, K ബാബു ഉണ്ട്, KC ജോസഫ് ഉണ്ട്, ബെന്നി ബെഹനാൻ ഉണ്ട്, പ്രധാനപ്പെട്ട നേതാക്കൾ ഉമ്മൻചാണ്ടിയോട്. ആര് ഗൂഢാലോചന നടത്തി? KM മാണി ഇത് ആവർത്തിച്ചു. ഉമ്മൻചാണ്ടിയായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാളുകളുടെ പേര് തന്നെയാണ് പ്രകാശ് പറയുന്നത്. A ഗ്രൂപ്പിൽ വേറെ എത്രയോ നേതാക്കന്മാർ, ഈ 4 പേരുടെ പേര് മാത്രം തന്നെ പ്രകാശ്. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം, പ്രകാശ് എന്താണ് ഉമ്മൻചാണ്ടി A ഗ്രൂപ്പിൻ്റെ ആയിട്ട് ബാബു ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. എന്നോട് ചോദിക്കാനായിരുന്നെങ്കിൽ താങ്കൾ A ഗ്രൂപ്പ് ഗൂഢാലോചന നടത്തി എന്നും അതറിയാമെന്നും പറയേണ്ടതില്ലല്ലോ. മാധ്യമ സുഹൃത്ത് എന്ന നിലയിൽ കാര്യങ്ങൾ അറിയുന്ന, കേരളത്തിലെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രകാശ് എന്ന് പറയുന്ന മാധ്യമ സുഹൃത്ത് എത്രയോ കൊല്ലമായി മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടി, ബെന്നി ബെഹനാൻ, K ബാബു, KC ജോസഫ്, അപ്പൊ ഈ 4 പേരുടെ പേര് മാത്രം എന്തുകൊണ്ട്? ഞാൻ ആദ്യം പറഞ്ഞ 4 പേരുകൾ താങ്കൾ ഒഴിവാക്കിക്കോ. താങ്കൾ പറഞ്ഞു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയ A ഗ്രൂപ്പുകാരാണ്, അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കളുടെ പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ. ആ കമ്മീഷൻ ഇന്നുവരെ യോഗം ചേർന്നിട്ടില്ലല്ലോ. അതിൻ്റെ യോഗം ചേർന്നിട്ടില്ല. ഞാൻ കമ്മീഷനുകളുമായിട്ട് യോഗം ചേർന്നിട്ടില്ല, അതിൻ്റെ ഒരു അജണ്ട നിശ്ചയിച്ചിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞു. അങ്ങനെ ഗൂഢാലോചന സിദ്ധാന്തം ആദ്യമായി പറഞ്ഞ PC ജോർജിന് നേര് മാത്രം പറയുമെന്ന് സ്വയം പറയുന്ന PC ജോർജ് ജനങ്ങളോട് പറയണമല്ലോ, A ഗ്രൂപ്പിലെ ഇന്ന ആളുകളാണ് ആ ഗൂഢാലോചന നടത്തിയത്. താങ്കൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അതോ താങ്കൾ വെറുതെ പറഞ്ഞതാണോ? അത് ഞാൻ ഉത്തമ ബോധ്യത്തോടുകൂടി എൻ്റെ അറിവ് ആത്മാർത്ഥമായി തന്നെ ജനങ്ങളോട് പറഞ്ഞതാണ്, യാതൊരു സംശയം വേണ്ട. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞാൻ പറഞ്ഞതുപോലെ മുൻ KPC പ്രസിഡന്റ്, ഇപ്പോഴത്തെ KPC പ്രസിഡന്റും വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി 18-ാം തീയതി ആ പാർട്ടി കമ്മിറ്റി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. കമ്മിറ്റിയിലെ ചർച്ച പുറത്ത് പറയുന്നത് മര്യാദയല്ല, ഞാൻ അതിൻ്റെ വിശദാംശം കിടക്കുന്നില്ല. പക്ഷേ ആ ചർച്ചയിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുത്തത്, ഞങ്ങളൊരു അന്വേഷണ കമ്മിറ്റി തീരുമാനിക്കുക. ആ കമ്മിറ്റി ആരും തീരുമാനിച്ച് ആ കമ്മിറ്റി അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ കമ്മിറ്റി തീരുമാനം എടുത്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുവരെ നമ്മൾ ഇനി ആരെയും അങ്ങനെ പേഴ്സണലായിട്ട് കുറ്റപ്പെടുന്നത് ശരിയല്ല എന്ന ചിന്ത മൊത്തമായിട്ടുണ്ടായി. എന്നെ ആരെങ്കിലും ഇത് മിണ്ടരുതെന്ന് പറയട്ടല്ല, അതെൻ്റെ മാന്യത. ശ്രീ PC ജോർജിനോട് പലപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ പല സന്ദർഭങ്ങളിലും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയരുത് എന്ന് പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും പറഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ഒരാളാണ് PC അത്ര അച്ചടക്കത്തിന് ഇതുവരെ വഴങ്ങിയ ചരിത്രമില്ല. ഇവിടെ അന്വേഷണ കമ്മീഷൻ വച്ചിരിക്കുന്നു. അന്വേഷണ കമ്മീഷന്റെ കാര്യത്തിൽ CF തോമസിന്റെ നേതൃത്വത്തിൽ ഇതുവരെയും കൺവീനർ ഇതുവരെയും ആ കമ്മിറ്റി കൂടിയിട്ടില്ല. നിങ്ങൾ ഗൂഢാലോചന പറയുന്നു. PC ഒരു ബാധ്യതയുണ്ടല്ലോ, പറഞ്ഞ കാര്യം ജനങ്ങളോട് ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്ന് പറയേണ്ട ബാധ്യതയുണ്ടല്ലോ. പ്രകാശ് മനസ്സിലാക്കി, പ്രകാശ് എൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കി. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കമ്മിറ്റി കൂടും. ആ കമ്മിറ്റി വെച്ച് ഈ കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ല, ഞങ്ങളെ ഒന്നും മാറ്റി വെച്ചില്ല, മുഴുവൻ കാര്യം ചർച്ച ചെയ്തു. വക്കീൽ നോട്ടീസ് അയക്കുന്നവരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കണം തീരുമാനിച്ചു. മനസ്സിലാവും, ഉടൻ. അത് ഞാൻ എന്താ വിളിച്ചു നോക്കുന്നത്. അപ്പോൾ അതുവരെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നമ്മളോട് മാന്യമായി ഇടപെട്ടിരിക്കുന്നു. അങ്ങനെ ഇടപെട്ടത് എൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും അങ്ങനെ ജനം കരുതിയാൽ കുറ്റം പറയാൻ പറ്റില്ല.
മനസ്സിലാക്കണം. ആ സാഹചര്യത്തിൽ ഇനി നമ്മൾ മിണ്ടണ്ട. ഞാനതാ പറഞ്ഞ പുസ്തകം അടച്ചു വെച്ചു. ശരി, പുസ്തകത്തിലുണ്ട് ഇതല്ല, പക്ഷെ അടച്ചു വെച്ചിരിക്കുക. ആ കമ്മിറ്റി വെച്ച ആരെയാണ്? ഞങ്ങൾ മാണി സാറും ജോസഫ് സാറും പി സി ജോർജ്, മനസ്സിലായില്ലേ? ഞങ്ങൾ 3 പേര് ക്യാബിനറ്റ് റാങ്കുള്ള, ഞങ്ങൾ 3 പേര് മാറ്റി വെക്കുക. ഭാരവാഹികൾ ഞങ്ങളുടെ 4 അതായത് ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, വൈസ് ചെയർമാൻ. അപ്പോൾ ഞങ്ങൾ ചെയർമാനും വർക്കിംഗ് ചെയർമാനും വൈസ് ചെയർമാൻ 3 ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരാണ്. ക്യാബിനറ്റ് റാങ്ക് ഇല്ലാത്ത ഡെപ്യൂട്ടി ചെയർമാൻ കൺവീനർ. ആ കൺവീനറായിട്ടൊരു കമ്മിറ്റി എടുത്തു. ആ 7 കമ്മിറ്റിയിൽ ഞാനും മാണി സാറും പി ജെ ആയിട്ടിരുന്ന് വളരെ സീരിയസ് ആയി ആലോചിച്ചതിന് ശേഷമാണ് കമ്മിറ്റി എടുത്തത്. അതിനകത്ത് കമ്മിറ്റിയുടെ ഒരാളാരാ? ടി എസ് ജോൺ. ഇവിടെ നിങ്ങളെല്ലാം ചാനലുകൾ ആഘോഷിച്ചു. പി സി ഓറിനെ ഒഴിവാക്കി. പി സി ഓറിനേക്കാൾ ഉന്നതനായ ആളാണ് ടി എസ് ജോൺ, അറിയാവോ? അദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ, സെക്യുലറായിട്ട് ഞാൻ നടക്കുമ്പോൾ ആ പാർട്ടിയുടെ ചെയർമാനാണ്, മുൻ സ്പീക്കറാണ്, മുൻ അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നതിനൊപ്പം ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, താങ്കൾ കരുനാഗപ്പള്ളി ഗസ്റ്റ് ഹൗസിൽ രാജ്കുമാർ ഉണ്ണിയായിട്ട് കൂടിച്ചേർന്ന് ബാർക്കോഴ സംസാരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് സർക്കാരിനെ മറിക്കുക, അതിൽ CPM ചേരുക. രാജ്കുമാർ ഉണ്ണി തന്നെ അതിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പ്രസിഡന്റാണല്ലോ, പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ബിജു രമേശ് പറയുന്നത്. ഞാനോ? താങ്കൾ എന്തിന്? പിണറായി വിജയനുമായി ബന്ധമുള്ള ചില ആളുകളുമായി താങ്കളും സംസാരിച്ചിട്ടുണ്ട് ഈ സർക്കാരിനെ അട്ടിമറിക്കുന്ന കാര്യം. അയാൾക്ക് മാനസിക രോഗിയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, മാനസിക രോഗിയാണ് അയാൾ. ഞാൻ ചോദിക്കട്ടെ, അയാൾ മാണി സാറിനെ ശരിപ്പെടുത്താൻ നിൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ഞാൻ അതിന് സഹായം ചെയ്യണം. അയാൾ പുറത്ത് പറയൂ, എൻ്റെ പുറത്ത് ഞാൻ സഹായം പോകല്ലേ? അപ്പം തന്നെ വെള്ളം കുടിക്കുകയാണ് അയാൾ. ചുമ്മാ കൈ കാലിട്ട് അടിക്കുക. ഈ ഉണ്ണി സംസാരിച്ച വിവരക്കട അയാൾ പറയുന്നത്. മാണി സാറിന് പണം കൊടുത്ത കാര്യവും അന്ന് കരുനാഗപ്പള്ളിയിൽ വെച്ച് പറഞ്ഞിരുന്നു. കേട്ടോ, അല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മാണി സാറിൻ്റെ കാര്യം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് 26, 31 ഒന്നാമത്തെ പറഞ്ഞു. പക്ഷേ അത് പാലായി വന്നിട്ടല്ല പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് പറയാൻ. പാലായി വരാത്തപ്പോൾ പിന്നെ മാണി സാറല്ലെന്ന് ക്ലിയറാണ്. പിന്നെ ഞാൻ എടുത്ത് പറയണം. അതുകൊണ്ട് ഞാൻ പറയാം. ഈ മദ്യ നയവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഗുരുദാസൻ്റെ സമയത്ത് ഒരുവിധം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത്. 418 ബാറുകൾ പുതുക്കുന്ന കാര്യത്തിൽ പണം വാങ്ങിയില്ല, നല്ല രീതിയിൽ പോയി. 2003 ഇതുപോലെ തന്നെ അഴിമതി നടന്നിരുന്നു. ഇപ്പോൾ ബാർ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ UDF സർക്കാരിൻ്റെ മദ്യനയത്തിൽ ഈ ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അഴിമതിയുണ്ട്. LDFൻ്റെ മദ്യനയം കുറച്ചുകൂടി അഴിമതി രഹിതമാണ്. ആ അഴിമതി താല്പര്യമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയത്. അങ്ങനെയാണോ? അഴിമതി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതായത് ഗുരുദാസൻ സഖാവ് ആയിരുന്നു എന്നതുകൊണ്ടാണ്. വേറൊരു സഖാവാണെങ്കിൽ അതായിരിക്കണമെന്നില്ല. ഗുരുദാസൻ എന്ന് പറയുന്ന പഴയ തൊഴിലാളി നേതാവായ അദ്ദേഹം ഇന്നസെൻ്റായി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളൂ. വേറൊരാളാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് എന്നെ കിട്ടും എന്ന് ആലോചിക്കില്ല എന്ന് പറയാൻ മാത്രമുള്ള വിവരമൊന്നും എനിക്കില്ല. സ്വാഭാവികമാണ്. ഇതൊക്കെ ഓരോ വ്യക്തി ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. പണം വാങ്ങുന്നതിൻ്റെ നമുക്ക് സർക്കാരുമായി ബന്ധപ്പെടുമോ? നോക്കൂ, ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കേണ്ടി വന്നില്ല ബാർ ഉടമകളെ സംബന്ധിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. ഈ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയല്ല, അതിന് മുമ്പുള്ള UDF സർക്കാരിൻ്റെ കാലത്തും അങ്ങനെയല്ല. അല്ല, അവർ പറയുന്നതനുസരിച്ച് എന്തായാലും PK ഗുരുദാസൻ അഴിമതി നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം താങ്കൾ സമ്മതിക്കുമല്ലോ. ഇതിപ്പോൾ ഈ ഒരു വർഷത്തെ പ്രശ്നമല്ല. UDF സർക്കാർ അധികാരമേറ്റത് മുതൽ ഓരോ വർഷവും ഓരോ ബാർ പുതുക്കൽ സമയത്തും കോടികളുടെ പണം കൊടുക്കേണ്ടി വരികയാണ് ബാർ ഉടമകൾക്ക്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഹഫ്ത പിരിവാണെന്നാണ് അവർ പറയുന്നത്. അത് തെറ്റായ നടപടിയായിപ്പോയി. ഞാനതിൽ ദുഃഖിക്കും. അതൊരു കാരണവശാലും അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താ പറ്റിയേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ വലിയൊരു വിവാദം കൊണ്ടുവരുന്നു, അതിൻ്റെ ഒരു ഘട്ടം വരെ അഴിമതിക്കെതിരെ നിൽക്കുന്നു, അതിൻ്റെ അഴിമതിക്കാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരും, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഇത് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തെറ്റുകാർ. താങ്കൾക്ക് എന്തോ മറച്ചു വയ്ക്കുന്ന രീതിയിൽ താങ്കൾ മറച്ചു വയ്ക്കുന്നു. താങ്കൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പേടിച്ചോ? സുധീരൻ പറഞ്ഞുകൊണ്ട്, ഉമ്മൻചാണ്ടി പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ KM മാണി പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞതുകൊണ്ട് താങ്കൾ ഭയപ്പെട്ടോ? അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഈ 15 ദിവസത്തിനുള്ളിൽ? പ്രകാശ് മനസ്സിലാക്കുക, എനിക്കങ്ങനെ ഭയം എന്ന് പറയുന്ന സാധനം ഇല്ല. ഞാൻ ആരെയെന്ന് ഭയപ്പെടും? എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ? എനിക്ക് ഭയപ്പെടേണ്ട പൂഞ്ഞാറിൽ എനിക്ക് വോട്ട് ചെയ്ത് ജനങ്ങളെ അല്ലാതെ ഒരുത്തരം ഭയപ്പെടാൻ എനിക്ക് സൗകര്യമില്ല. ഈ ഭയപ്പെടുന്ന കാര്യം, അങ്ങനെ ഭയപ്പെടുന്ന പ്രശ്നമില്ല. ഈ ഭയത്തിന്റെ കാര്യം പ്രത്യേകിച്ചും കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ട് വെച്ച് പറയുന്നത്,
താങ്കളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഏറ്റവും ആദ്യം ബിജു രമേശ് അല്ല, താങ്കൾ കൂടി പങ്കുണ്ട് ഈ രക്തത്തിൽ എന്ന് പറഞ്ഞത് ഏറ്റവും ആദ്യം ബിജു രമേശ് അല്ല, കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം, ഒരു എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആഭ്യന്തരമായി ഇതിനേക്കാൾ കടുത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഈ രക്തത്തിൽ പങ്കുണ്ട്? കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആര് നന്നാക്കാനാണ്? ഇല്ല, എന്താ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിൻ്റെ ശക്തിയാണ്. ആ ഗ്രൂപ്പിൻ്റെ ശക്തി എന്നെ പിടിച്ച് ഐ ഗ്രൂപ്പാക്കുക. ഇപ്പം ഞാൻ കേരള കോൺഗ്രസ്സുകാരന്, ഞാനൊരു ഗ്രൂപ്പും അല്ല. ഓരോ വ്യക്തികളോട്ടുള്ള എനിക്ക് ബന്ധം. എ ഗ്രൂപ്പിലും നല്ല ബന്ധമുള്ളവരുണ്ട്, ഐ ഗ്രൂപ്പിലും ഉണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട്, നല്ലവരും ചീത്തയും. അല്ല, നേരത്തെ തന്നെ എം ഹസനെ പോലെയുള്ള ആളുകളുമായി താങ്കൾ പലതവണ മറുപടി കൊടുത്തിട്ടുണ്ട്. ശല്യം കുറവുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെ സർക്കാർ നിലനിർത്താൻ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ സഹായം ചെയ്ത ആളാണ് താങ്കൾ. പ്രത്യേകിച്ചും ഒരു MLA തന്നെ ഇങ്ങോട്ട് മറിച്ചെടുക്കുന്നതിൽ പോലും താങ്കൾ ഇപ്പോൾ പരസ്യമായി നിഷേധിച്ചാൽ പോലും ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ചെയ്ത ഞാൻ എന്തുകൊണ്ട് ഇപ്പം ആ ജോലി ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാകാത്ത എൻ്റെ കുഴപ്പമല്ല. അത് പോട്ടെ. അതാണ് PC ജോർജ് ഐക്യജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇത്രമാത്രം ജീവൻ കളഞ്ഞു നടന്ന എന്തുകൊണ്ട് ഞാൻ നിർജീവമായി? അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എനിക്കത് മതി. പക്ഷേ അത് മാത്രമല്ല, സംശയം നിലനിൽക്കുന്നുണ്ട്. താങ്കളുടെ സംശയത്തിന് നിലനിർത്തുകയാണ്. എന്നെ ഒരുത്തരും സംശയിക്കില്ല. ഞാൻ കേരളത്തിൽ ഒരാളെ കൊണ്ട് പോലും ഞാൻ ഇവൻ്റെ ഒന്നും കാശ് മേടിച്ചെന്ന് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ ആരും നോക്കിയാലും നടക്കില്ല. അത് അയാൾ തന്നെ പറയും. നികേഷോ പ്രകാശോ ആയിരുന്നല്ലോ ഈ റിപ്പോർട്ടർ ചാനലിൽ. ഉണ്ണി വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഉണ്ണിക്ക് കൊടുക്കാമ്പോൾ ഞാൻ ചോദിച്ചു, ഉണ്ണി കാശ് വല്ലതും തന്നോ? PC ജോർജിനൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അയാൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ചാനലിൽ തന്നെ. പിന്നെ പ്രശ്നം അതെ, ഈ PC ജോർജ് ഒരാഴ്ചയോളം മിണ്ടാതിരുന്നല്ലോ. ഈ മിണ്ടാതിരുന്ന ഈ കാലയളവിൽ വലിയ രൂക്ഷമായ ആക്ഷേപങ്ങൾ താങ്കളെ കുറിച്ച് ഉന്നയിച്ചു. ഞങ്ങളുടെ ചാനൽ അതെ, അജയ് തറയിൽ പറഞ്ഞത് ഇത് പിണറായി വിജയന്റെ ചില ആളുകളുമായി ചേർന്ന് PC ജോർജ് നടന്ന ഗൂഢാലോചനയാണ് എന്നാണ്. തിയേറ്ററേറ്റ് നേതാക്കന്മാരെ പറ്റി എന്നോട് അഭിപ്രായം പറയുന്നത്. കെ ബാബു പറഞ്ഞത് PC അതുകൊണ്ട് വക്താക്കന്മാരായി കോൺഗ്രസ് ഈ പരുവാക്കുന്നത് വലിയ പഴക്കമില്ല. ഈ പോക്കാണ് ഇത് കൊണ്ട് വക്താക്കന്മാർ. സാധാരണഗതിയിൽ എല്ലാത്തിനും മറുപടി പറഞ്ഞു പോകാറുള്ള PC ജോർജ് മൗനം മറുപടി അർഹിക്കുന്നതിനല്ല അയാൾ. വയലാർജി കഴിഞ്ഞ ദിവസം കോട്ടയം TV വെച്ച് തന്നെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ചായക്ക് എന്നാ പറ്റി, വയലാർജിയുടെ ആളാണെന്ന് ഞാൻ കേട്ടത്. എന്നെ പൊന്നി കുറേ അബദ്ധം പറ്റില്ലേ, ചേച്ചിയുടെ കുഴപ്പമാണ്. ഏത് മേഴ്സി ചേച്ചി അമ്മയെന്ന് പറഞ്ഞ് നമുക്ക് അറിഞ്ഞപ്പോൾ സീറ്റ് കൊടുത്തു. അവൻ അത് കൂടെ ഈ സീറ്റ് കൂടെ നശിപ്പിച്ചു. അവിടെ അവനെ പറ്റി ഒന്ന് മിണ്ടിയാക്കരുത് വയലാർജി എന്നോട് പറഞ്ഞു. അല്ല, ഇതൊക്കെ ഒരു അജയ് തറയിലിന്റെ തലയിൽ മതിയായില്ലേ വയലാർജി? അല്ല, ഇതൊക്കെ എന്നോട് ഒറ്റയ്ക്കല്ല പറഞ്ഞ്. ഒരു 25 ഒരു ചെറിയ കാര്യം. ഇപ്പോൾ KM മാണി കുറിച്ച് പല ആരോപണങ്ങൾ വന്നു. ഇപ്പോൾ ബാർ കോഴ വന്നു. സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. ബിജു രമേശ് തന്നെ പറഞ്ഞിരുന്നല്ലോ. ബിജു രമേശ് മാത്രമല്ല. അല്ല, ഒരു കാര്യം ഇനിയിപ്പോൾ ബിജു രമേശ് പറയാത്ത ഇത് അവിടെ നിൽക്കട്ടെ. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്ന ധനവകുപ്പ് കൃത്യമായിട്ട് നികുതി പിരിക്കുകയും അഴിമതി രഹിതമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? അത് ഒരു കാര്യം പറയാം പ്രകാശ്. 25 കൊല്ലം മുമ്പുള്ള KM മാണിയാണ് ഇന്നത്തെ KM മാണി എന്ന് പറയാൻ മാത്രം ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഒരു സത്യമുണ്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മാണി സാർ അറിഞ്ഞുകൊണ്ട് ആണ് എല്ലാം എന്ന് ആരെങ്കിലും പറഞ്ഞൊരു അർത്ഥമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെയും ട്രഷറി പൂട്ടിയില്ലല്ലോ. ഇത് ഇത്രയിലെ ആരോപണങ്ങളൊക്കെ പിരിവില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ കേരള സർക്കാരിൻ്റെ മാണി സാറിൻ്റെ ഇരിക്കുന്ന താക്കോല് ഉള്ള പൂട്ടിയിട്ടില്ല. താക്കോല് തുറന്ന് കിടക്കല്ലേ. വേറൊരു വലിയ പ്രശ്നം എന്താ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര വലിയ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഭരണം തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഉദാഹരണമാണ്. അതിനോടനുബന്ധിച്ച് വന്ന പരിപാടികൾ നമ്മുടെ എറണാകുളം സിറ്റി തന്നെ എത്ര 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്നത്, മെട്രോ റെയിൽ ഉൾപ്പെടെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി, ഇതൊക്കെ ഇങ്ങനെ കാശ് കണ്ടമാനം പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശബരിമല സീസണിൽ ശബരിമല പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതുപോലെ കാശ് മുടക്കി കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നാലോചിച്ച്. അപ്പം പ്രതീക്ഷിക്കാത്ത ചിലവുകളെല്ലാം ഇങ്ങനെ കൂടുതൽ വന്നിട്ടുണ്ട്. ആ വന്ന ചിലവുകളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തികം അല്പം മാന്യമുണ്ട്. വേറൊന്നും ആലോചിക്കണം, റബ്ബറിന് കാശില്ല, വിലയില്ല. റബ്ബർ വിലയിടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യന് ബുദ്ധിമുട്ട്. 25 വർഷം മുമ്പുള്ള KM മാണി അല്ല ഇപ്പോഴത്തെ KM മാണി എന്ന് പറയാൻ കാരണം അന്ന് അല്പം കൂടി ചെറുപ്പമായിരുന്നു, ചടുല നീക്കങ്ങൾ അദ്ദേഹം നടക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ പ്രായമില്ലേ. അപ്പോൾ അതിൻ്റേതായ
അതിൻ്റെതായ സ്ലോ വന്നേക്കാം. ഇന്ന് ധനമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരും സകല ഭാരത്തിന്റെ പകുതിയും ധനമന്ത്രി എന്ന നിലയിൽ നികുതി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെ.എം. മാണിയുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഈ ഗവൺമെൻറ്റിൽ? ധനകാര്യ വകുപ്പിലാണെങ്കിലും ട്രാൻസ്പോർട്ട് വകുപ്പിലാണെങ്കിലും എക്സൈസിലാണെങ്കിലും ഏത് വകുപ്പിലാണെങ്കിലും മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ദീനാനുകമ്പയോട് ഒപ്പിട്ട് കൊടുക്കുന്നവനാണ്. അല്ല, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെങ്കിൽ ബിജു രമേശ് പറഞ്ഞ വേറൊരു കാര്യം, താങ്കൾ പറഞ്ഞു 418 ബാറുകൾ അത് നവീകരിക്കാൻ ഇപ്പോൾ നവീകരണം നവീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ അഴിമതിയുണ്ട്, ആരെങ്കിലും പണം വാങ്ങിയിട്ടാണ് ആ നവീകരണത്തിന് അതിന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ആ നവീകരണം നടക്കുന്നത്, വീണ്ടും പൂട്ടിയ ബാറുകളിലേക്ക് കോടിക്കണക്കിന് രൂപ മുടക്കുന്നതെന്ന് പറഞ്ഞു. ബിജു രമേശ് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കണ്ടു, ഉമ്മൻചാണ്ടി ഉറപ്പ് കൊടുത്തു കോട്ടയത്ത് വെച്ച്, നിങ്ങൾ നവീകരിച്ചോളൂ, നവീകരിച്ച് കഴിയുമ്പോൾ നമുക്കത് പ്രവർത്തനക്ഷമമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് 418 ബാറുകളുടെ നിലവാര വർധന നടന്നത്. അതെങ്ങനെ നടന്നു? അങ്ങനെയാണെങ്കിൽ അത് 418 ബാറിന് നിലവാരമില്ലാത്ത പൂട്ടൊന്ന്. ഈ നിലവാരമില്ലെന്ന് എന്ന് പറഞ്ഞതാണ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. 10 വർഷം മുമ്പാണ് നിലവാരമില്ലെന്ന് പറഞ്ഞത്. എന്തിന് നിലവാരമില്ലെന്ന് പറഞ്ഞ എക്സൈസ് കമ്മീഷണർ പറഞ്ഞ ബാറുകൾ 16 വർഷത്തോളം 18 വർഷത്തോളം ബാർ നടത്തിയതിന് ലൈസൻസ് കൊടുത്തേ. ആ ബാർ ലൈസൻസ് കൊടുത്ത എല്ലാവരും കുറ്റക്കാരല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗുരുദാസ് ഉൾപ്പെടെ കുറ്റക്കാരല്ലേ? മന്ത്രിമാരെന്തിനാ എക്സെപ്ഷൻ കൊടുത്തത്? ആദ്യമേ തന്നെ ബാർ നല്ലോണമായിട്ട് കൊടുത്താൽ പോരായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടുമാട്ടം നടത്തി. എന്നിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറ്റം പറയണതൊരു കാര്യമുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താ? 418 ബാർ പൂട്ടാൻ തീരുമാനിച്ചു. ആ പൂട്ടാൻ തീരുമാനിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. 418 ബാറുകൾ പൂട്ടിയ നടപടിയിൽ ഇപ്പോൾ ഏതെങ്കിലും ആര് പറഞ്ഞാണെങ്കിലും എൻ്റെ അഭിപ്രായം, സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്താൻ ഉള്ള നീക്കത്തിൻ്റെ ആദ്യപടിയായിട്ട് ചെയ്യുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഹൈവേയിൽ നാഷണൽ ഹൈവേയിലുള്ള ബ്യൂറോ കോർപ്പറേഷൻ ഔട്ട്ലെറ്റാണ് പൂട്ടേണ്ടത്. ഞാനത് എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴേ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? സർക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയല്ലേ? ബാർ ഉടമസ്ഥർ യോഗം ചേർന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ വളച്ചു വെച്ചിട്ടുണ്ട്, ഈ ദുരവസ്ഥ ഇതുകൊണ്ട് മാറും, നമ്മൾ ഒടിക്കാൻ നിൽക്കേണ്ട എന്നാണ്. അപ്പോൾ ഏത് മുതലാളിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായോ സർക്കാർ? ആയോ എന്നുള്ള എൻ്റെ ചോദ്യം. ആയോ? പരിശോധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ ഒരു മാനസിക രോഗിയാണ് പറയുന്നെങ്കിൽ പോലും പറയാനുള്ള അവസരം പോലും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള ചുമതല ഈ ഗവൺമെൻറ്റിനുണ്ട്, യാതൊരു സംശയമില്ല. ബിജു രമേശ് പറഞ്ഞതിനോട് ഒത്തൊത്ത് അന്ന് സംസാരിക്കുകയും അതിന് കുറച്ചുകൂടി ബലം നൽകുകയും ബിജു രമേശ് പറയുന്നതിന് ആ മന്ത്രി കൂടിയുണ്ട്, ഇന്നവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ബിജു രമേശിൻ്റെ ആരോപണത്തിന് ബലം വയ്പ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിയും, ഇന്നലെ മുതൽ ശ്രീ PC ജോർജിന് ഇന്ന് മുതൽ താങ്കളും ബിജു രമേശുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ തരാമെന്ന് ബിജു രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞ ദിവസം മുതൽ താങ്കൾക്ക് ബിജു രമേശ് മനോരോഗിയാവുന്നു. അതുവരെയും ബിജു രമേശ് അതാ പ്രകാശ്, എനിക്ക് ഞാൻ പറഞ്ഞു, പ്രകാശ് കറക്റ്റ് പറഞ്ഞു. ഓരോരുത്തർ പറയുന്നത് സത്യം പറഞ്ഞു പഠിക്കണം, മനസ്സിലായോ? ഇവൻ്റെ ക്ഷമിക്കണം, ഞാൻ എന്നെ തലമറിച്ചിട്ട് പറയുക. ഞാൻ എത്ര പ്രാവശ്യം ഇപ്പോൾ ഒരാളെ പറ്റി രഹസ്യം ബിജു രമേശുമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട്. ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കാണിക്കട്ടെ തെളിവ്. ഞാൻ രാഷ്ട്രീയ ഇങ്ങോട്ട് വിളിച്ചാലും സംസാരിക്കാമല്ലോ. ഇങ്ങോട്ട് ഞാനെന്തിനാ അയാളെ വിളിക്കുന്നത്? അയാൾ എന്നെ വിളിച്ചാണെങ്കിൽ അയാൾ പറയണ്ടേ? അയാൾ പറഞ്ഞ PC വിളിച്ച് പറഞ്ഞോ? അതായത് ഇങ്ങനെയാണ്, ചാനലിൽ വരുമ്പോൾ ഞാൻ കുറച്ച് എതിർത്ത് സംസാരിക്കും, ഞാൻ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കും, പക്ഷേ നിങ്ങൾ ഈ നിലപാടുമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് ശ്രീ PC ജോർജ് ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണെങ്കിലും അങ്ങോട്ട് വിളിച്ചപ്പോഴാണെങ്കിലും ബിജു രമേശിനോട് ടെലിഫോണിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഇത്രയും വൃത്തികേട് പറയുന്ന ആൾ എപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ മലയാള പറയുന്ന ഭാഷ ഞങ്ങൾ പറയണോ? വേണേൽ പറയാം. ഞങ്ങളുടെ നാട്ടിൽ പറയും ഇവൻ തന്തയ്ക്ക് പറക്കാത്തവനാണെന്ന് പറയും. ഇവിടെ ചാനലിലായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇവിടെ കിട്ടിയോ? ഞങ്ങളുടെ നാട്ടിലാണ് ഇത്രയും വൃത്തികേട്. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ കാശിയോട് ചോദിക്കുന്നു, ഞാൻ അവനെ വിളിച്ച് ഇതിനെപ്പറ്റി നാടൻ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വെക്കട്ടെ, റിപ്പോർട്ടർ ചാനലുണ്ടല്ലോ, അവനെ വെല്ലുവിളിക്കുന്നു, അവനിവിടെ വെക്കട്ടെ. എന്തിനാ അവൻ വെക്കാത്തത്? ഞാൻ പറഞ്ഞതെന്ന് പറയും, അവനല്ല അവൻ്റെ വല്യപ്പനോട് പറയും. ഇത് പ്രകാശം, ഞാൻ അവനെ അപമാനിക്കുന്നത്. ബിജു രമേശ് അങ്ങനെ ശബ്ദരേഖ ഉണ്ടെങ്കിൽ പുറത്തു വിടട്ടെ. അവനെ വെല്ലുവിളിക്കുന്നു. ഞാൻ സംസാരിച്ചിട്ടില്ല, PC അവനോട് ആ രീതിയിൽ മാണി സാറിനെ പറഞ്ഞോളൂ. ഞാൻ പറയാം പ്രകാശ്, എന്താണ് ഞാൻ പറഞ്ഞത്? എൻ്റെ വീടിൻ്റെ മുറ്റത്ത് രാത്രി ഒരു 9-10 മണി ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. വെറുതെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നു, എടുക്കുന്നു.
എടുത്തപ്പം എൻ്റെ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന് പറയുന്നതിൽ നേതൃനിലയുള്ള ആളല്ല. അതാണ് ഞാൻ ചന്ദ്ര എൻ്റെ വിശേഷം. സാർ ഒരു സുഹൃത്ത് എന്നെ നിൽക്കുന്നു കൊടുക്കട്ടെ. ഞാൻ പോയി കൊടുത്തു. എവനാണെങ്കിലും കൊടുക്കാൻ പറയും. ഞാൻ പ്രാവശ്യം വിളിച്ചല്ല, ഞാനല്ല കൊടുക്കരുതെന്ന് പറയാറില്ല. എന്നെ മിസ്സിന് പോകണമെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കുന്നവനാണ്. ഉടനെ കൊടുത്തപ്പം ഇവനാ വിജയ രമേശ എന്താ വിശേഷം എന്ന് ഞാൻ ചോദിക്കും. ആ ശബ്ദരേഖ വെക്കട്ടവൻ. ഉടനെ അവൻ പറഞ്ഞു, എന്നെ ഇത്രമാത്രം ചീത്ത വിളിച്ച് സാറേ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 16 കൊല്ലം മുമ്പ് ഇവനെ കണ്ട, അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല ഇവനെ. 16 കൊല്ലം കണ്ടു. അതായത് അതും കൂടെ പറഞ്ഞേക്കാൻ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാൻ, നമ്മുടെ KSRTC ബോർഡിൽ ഇരിക്കുമ്പോൾ നമ്മുടെ EMSൻ്റെ മകളെ കെട്ടിയുള്ള നമ്മുടെ ഗുപ്തനെതിരെ വലിയൊരു ആരോപണം വരികയും വെൺപകൽ പരസ്യ കമ്പനിയായിട്ട് അത് അന്വേഷിക്കാൻ എന്നെ ഞാൻ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയെ വെച്ചു. ഞാനും നമ്മുടെ കോൺഗ്രസ് എസിലായി ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന പ്രദീകുമാറും വേറെ CPയുടെ ഒരു മെമ്പറും, ഞങ്ങൾ 3 പേരെ അന്വേഷണ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവനെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇവനെ വിളിച്ച് ഈ ബിജുവിനെ അങ്ങനെ അന്ന് കണ്ടതല്ല, ഇവനെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവൻ എന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ നീ എന്തിനാ എൻ്റെ പാർട്ടി നേതാവിനെ പറ്റി വൃത്തികേട് പറഞ്ഞു? അതുകൊണ്ടല്ല ഞാൻ തെറി പറഞ്ഞത്. ഞാൻ തെറി പറഞ്ഞെന്നാണ് അവൻ്റെ പരാതി. ഞാൻ പോയി ശരിയാ, നീ എന്തിനാ മാണിസാറിനെ പറ്റി വൃത്തികേട് പറഞ്ഞു? അതുകൊണ്ടല്ല ഞാൻ തെറി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ ബാറിൽ നിന്ന് പോയി. അവൻ്റെ സങ്കടമാണ്. അപ്പം ഒരു സങ്കടപ്പെടുന്ന മനുഷ്യനോട് നമ്മൾ സ്നേഹമല്ലാതെ കൊല്ലാൻ പറയുമോ? ഞാൻ നീ എന്നെ പണങ്ങിയിട്ട് കാര്യമില്ല. ഇനിയാണ് മാണിസാറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാൻ പറയും. പിന്നെ അന്നേരം ഇങ്ങനെ ഒത്തിരി കാശ് പോയി. ഞാൻ നിൻ്റെ മാത്രം കാശ് പോയി. അവന് അങ്ങനെ ഒത്തിരി കള്ളന്മാരുടെ കാശ് മേടിച്ചിട്ടാണ് നീ അവൻ്റെ എല്ലാം പുറകെ പോകും. അതിന് എന്നോട് കറിഞ്ഞൊരു കാര്യമുണ്ടോ എന്ന് അന്നേരം ഞാൻ ചെയ്യട്ടെ. കാശ് മേടിച്ചു എന്ന് ബിജു രമേശ് എന്നോട് പറഞ്ഞില്ല, അവിടെ മിണ്ടിയില്ല. ഒരു അക്ഷരം മാണിസാറിനെ പറ്റി മിണ്ടി. ഇത് സംബന്ധിച്ച് ആരോപണം വരുമ്പോൾ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. സത്യം ഞാൻ അങ്ങനെ പറയുമോ? ഞാൻ അത്ര പൊടനാണ്. എന്താ വികാശം പറയും? എന്നിട്ട് അവൻ പറയുന്നത് കാണണമല്ലോ. ഞാൻ തിരുവനന്തപുരത്തല്ല, ഞാൻ ഈരാറ്റുപേട്ടയാണ്, എൻ്റെ വീട്ടിലാണ്. ഞാൻ നാളെ കഴിഞ്ഞു തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, നീ വാ കാണാം. ഓക്കെ. അങ്ങനെ സത്യസന്ധമായൊരു നിലപാടാണ് ഈ വിവാദത്തിൽ തുടക്കം മുതൽ ശ്രീ PC ജോർജ് എടുത്തതെങ്കിൽ 5-ാം തീയതി മസ്കറ്റിൽ ചേർന്ന ഹൈപ്പവർ കമ്മിറ്റിയിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് ഞാൻ ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ ഈ പറയുന്ന സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനവും ഒഴിയാൻ പോവുകയാണ് എന്ന് എന്തിനു പറഞ്ഞു? എന്താ ഈ പ്രകാശ് പറയുന്നത്? ഇതാരാ പ്രകാശോട് ഇത് പറഞ്ഞത്? പാർട്ടി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ PC കുറച്ച് കാര്യം പറഞ്ഞു, ഞാനും കുറച്ച് കാര്യങ്ങൾ അറിയുന്നു. അത് താങ്കൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല. എന്തിനങ്ങനെ പറയേണ്ടി വന്നു? ഞാൻ പ്രകാശ് എനിക്ക് കള പറയാൻ ആഗ്രഹമില്ല. ഒരു നിമിഷത്തിൽ എനിക്ക് രാഷ്ട്രീയം നിർത്തണം എൻ്റെ മനസ്സിൽ പാർട്ടി കമ്മിറ്റി ചേർത്തത് സത്യമാണ്. ഇതിപ്പോൾ എൻ്റെ പാർട്ടിയിൽ ആരെങ്കിലും പറയാതെ പ്രകാശ് ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് പാർട്ടി ചാരന്മാരുണ്ടല്ലോ, ഇത്രയും ചെറിയ ബോഡിക്കകത്തോട് ഇതുപോലെ കള്ളന്മാരാണ് ഈ പാർട്ടിയിലുള്ള. ഇപ്പോൾ ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ പാർട്ടി കമ്മിറ്റി നടന്ന് പറയാത്ത ഒരു കാര്യം ഇതുവരെയും പറഞ്ഞില്ല. പക്ഷേ പ്രകാശിനോട് ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ഞാൻ പറഞ്ഞതാണ്, ഇതിനെ വിളിച്ചു നോക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ആരോടെങ്കിലും വിരോധം കണ്ടല്ല, ഏതെങ്കിലും വ്യക്തിയോടുള്ള വൈരാഗ്യം കൊണ്ടുമായിരുന്നില്ല. എനിക്ക് മാനസികമായി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ വിട്ടേക്കാവും. താങ്കളെ പുകച്ച് പുറത്തേടിക്കാൻ ശ്രമം. അയ്യോ പറയാന്ന് വെച്ചേ, ഞാൻ അന്ന് അവിടെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ വിനയത്തോട് ഇപ്പം മാത്രമല്ല നേരത്തെ പല പ്രാവശ്യം മാണിസാറേ ഇതല്ല ഞാൻ മാണിസാറിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. മാണിസാറെ എന്നെ വിട്ടേക്കാവും. എനിക്ക് ഇപ്പോൾ എൻ്റെ ACDF സംഘടനയുണ്ട്, എനിക്ക് ആ സംഘടന കൊണ്ട് പോകണം. ഈ MLA പടി പോലും വേണ്ട എന്ന് എൻ്റെ മനസ്സ്. സത്യം പറയാം. ഞാൻ അതുകൊണ്ട് മാനസികമായിട്ട് പല പ്രാവശ്യം ചോദിച്ചു. നിങ്ങൾ ചോദിച്ചു ഞാൻ ഹൈപ്പവർ കമ്മിറ്റി കൂടിയപ്പോഴും അവിടെ ഞങ്ങൾ 10-15 പേരെ കൂടിയിട്ടുള്ള അവിടെ ഞാൻ അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞ് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്നുവെച്ച് മുഴുവൻ കേട്ടതിന് ശേഷമാണ് ആ പറഞ്ഞ ചർച്ചയെപ്പറ്റി ഒന്നും അഭിപ്രായം പറഞ്ഞാൽ മര്യാദയില്ലാത്ത ഞാൻ പറയാനാണ്. അത് ഞാൻ ഇത്ര മാത്രം നിങ്ങൾ മനസ്സാറ് എന്നോട് ക്ഷമിക്കണം. ചെയർമാൻ വർക്കിംഗ് ചെയർമാനും എന്നെ ഒന്ന് വിട്ടേക്കാവോ? ഞാൻ എല്ലാം രാജിവെച്ച് പിരിയാൻ എന്നെ അനുവദിച്ചാൽ എനിക്ക് സന്തോഷമാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എല്ലാവരും കൊണ്ടൊരു ഭയങ്കരമായി നോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായി. ബഹളമല്ല, സാധ്യമല്ല എന്നുണ്ട്. മാണിസാറ് മിണ്ടാതിരുന്നു. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ 1-2 പേര് ഏറ്റവും വളരെ ക്ഷോഭിച്ച് ഇതുപോലുള്ള ആപത്ഘട്ടത്തിൽ PC പാർട്ടി ഇട്ടേച്ച് ആഗ്രഹിക്കുന്നത് ശരിയാണോ, ന്യായമാണോ ചോദ്യം. ആ ചോദ്യം എൻ്റെ മനസ്സിൽ തട്ടി. ഇല്ലെങ്കിൽ എനിക്ക് പിരിഞ്ഞു പോകണമെന്നോ, ഞാൻ രാഷ്ട്രീയം നിർത്താമെന്നായിരുന്നു എൻ്റെ മനസ്സ്. അതുകൊണ്ടാണ്. അല്ലാതെ ഒരു മടുപ്പുണ്ടാകാൻ എന്തെങ്കിലും ഒരു മടുപ്പ് അത് എന്നോട് ചോദിക്കാതെ എല്ലാം ഒന്നും ഞാൻ അതല്ല പറയാം. ഈ ഞാൻ നിർത്തിയാൽ നിങ്ങൾ ഇത് കൂടി ചോദ്യം ചോദിക്കുകയില്ല. മടുപ്പാണോ ഒരു തന്ത്രമായിരുന്നോ? കാരണം എന്താ വെച്ചാൽ മടുപ്പാണോ അതോടെ ഒരു തന്ത്രമാണോ? കാരണം വെച്ചാൽ താങ്കൾക്കെതിരെ കമ്മിറ്റിയിൽ ആക്ഷേപം ഉയർന്നു. അന്ന് പീപ്പിൾസ് ചാനലിൽ താങ്കൾ പറഞ്ഞ ആരോപണങ്ങൾ അതുകൊണ്ട് അതിൻ്റെതായ വിമർശനം വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ വിമർശനങ്ങളൊക്കെ ഒഴിവാക്കാം, ഞാൻ വൈസ് ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ ചീഫ് വിപ്പ് സ്ഥാനവും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ രാജിവെച്ച് PC ജോർജ് പുറത്തു പോയി കഴിഞ്ഞാൽ
കൂടുതൽ കാര്യം വെളിപ്പെടുത്തുമോ എന്ന് വിചാരിച്ചായിരിക്കും താങ്കളോട് തുടരാൻ പറഞ്ഞത്. അതാണെന്നല്ലേ താങ്കളുടെ വിചാരം, അല്ലാണ്ട് മടുപ്പൊന്നുമില്ലല്ലോ. എടോ ഈ ചോരത് ക്ഷീരമുള്ളോട് അകിടിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകന് കൗതുകം. ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പോവാന്ന് പറയുന്നതോട് ഞാൻ എന്ത് പറയാം. കെ എം മാണി ഉൾപ്പെടെയുള്ളവരുടെ അഴിമതിയിൽ, പാർട്ടിയുടെ പോക്കിൽ, UDFന്റെ പോക്കിൽ മനം മടുത്തുകൊണ്ടാണോ അന്ന് ഈ നിർത്തിയേക്കാം എന്ന് തീരുമാനിച്ചത്? പല കാര്യങ്ങളുണ്ട്. ഈ പ്രകാശ് പറഞ്ഞല്ല കാര്യം, എൻ്റെ മനസ്സിലുള്ള മനുഷ്യൻ മതിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി ഒന്നിച്ചു എന്ന് പറയുന്നു, എങ്കിലും ഒരു മാനസികമായി പലരും ഐക്യമില്ല പ്രകാശ്. എനിക്കത് മനപ്രയാസമാണ്. ഞാൻ എൻ്റെ നിയമമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ചോദിച്ചതിന് ശേഷം ഇവരുടെ ആദ്യത്തെ ചർച്ച ഇത്ര മണ്ഡലം ബസ്സിന് ഇനിയാക്കി, ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ നിയമത്തിൽ 12 പഞ്ചായത്ത്, അന്ന് സത്യത്തിൽ 3-2 മാണി ഗ്രൂപ്പ് കൊടുത്തത്, ബാക്കിയല്ലേ എനിക്കാണ്. ഇപ്പം നോക്കിയ പ്രകാശ് ഇപ്പം 10 പഞ്ചായത്തായി പുതിയ ഡിമിറ്റേഷൻ. എൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന സെക്രട്ടറി ഉള്ളായിരുന്നു 2 പേരേ ഉള്ളൂ 10. ബാക്കി ഞാൻ പിരിച്ചു കൊടുത്തു. ആഗ്രഹമുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് കൂടെ ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് മണ്ഡലം പ്രസിഡന്റുമാരെ കൊടുക്കുമോ? മറ്റേ ഐക്യം മാണിക്കും ജോസഫിനായിട്ട് കൊടുക്കുമോ? കൊടുത്തിരിക്കുക ഞാൻ പറയാൻ ഉറപ്പായിട്ടുള്ളൂ. ഈ തർക്കങ്ങളും ബഹളങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്കറിയോ, തൃശ്ശൂർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ ഒരു ധർണ ഉദ്ഘാടനം ചെയ്യുന്നു രാവിലെ. ഞാൻ ഇറങ്ങിയപ്പോൾ കേരള കോൺഗ്രസിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്ന് ഇപ്പോഴാണെന്ന് പറഞ്ഞു. മതിയില്ലോ, എൻ്റെ വേദന മനസ്സിലാക്കണം. അപ്പം ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചവിടെ വന്നു. മനസ്സിലായില്ലേ? നേരത്തെ അതല്ലെന്നില്ലേ ഞാൻ അർത്ഥം. അതൊക്കെ എന്നെ വേദനിപ്പിക്കുക. എനിക്ക് ഒന്നിച്ചു പോകണം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു പോകണം നിർബന്ധമുണ്ട്. ഒന്നിച്ചങ്ങോട്ട് LDFിലേക്ക് പോകുന്ന LDF UDF ഒന്നുമില്ല. LDF UDF ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് തോറ്റാലിന് ജനങ്ങളോടൊപ്പം നിന്ന് ഉമ്മൻചാണ്ടി ആന്റണിയുടെ പരാജയം, ഉമ്മൻചാണ്ടി താങ്കളുമായിട്ടുള്ള അകൽച്ച, UDFിൽ നിന്ന് ഇനി പൂഞ്ഞാർ ഈ പറയുന്ന ഇവിടെ നിന്ന് ജയിക്കില്ല എന്നുള്ളത് കൊണ്ടല്ലേ താങ്കളിപ്പോൾ പറ്റുമെങ്കിൽ ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് LDFിൽ ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന? അതിന് ജോസഫ് വിഭാഗം സമ്മതിക്കുന്നില്ല, അവർ പറയുന്നു പോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്, ഇങ്ങനെ നിശബ്ദനായി നിൽക്കേണ്ടി വരുന്നത്. ഇങ്ങനെയൊക്കെ എന്നെ പ്രകോപിപ്പിക്കരുത് കേട്ടോ. പക്ഷെ അതിനൊരു സംശയമുണ്ട്. കാരണം പ്രകാശേ, കേരള കോൺഗ്രസ്, ഞാൻ എത്രയോ പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടിയിൽ മാണി സാർ ഒരു തീരുമാനമെടുത്താൽ അതിന് വിരുദ്ധമായി ഞങ്ങൾ ആരും മിണ്ടുന്ന പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ എവിടെയും പോകാം. മാണി സാർ ഇപ്പോൾ പറയുക നമ്മൾ നക്സലേറ്റുമായിട്ട് ഗ്രൂപ്പ് ഓക്കെ, ഇടതുപക്ഷത്ത് പോകാം. അതല്ല BJP, കേരള കോൺഗ്രസ് അങ്ങനെ ഒരു ബഹുമാനം മാണി സാറിന് കൊടുത്താണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ താത്വികമായി കേരള കോൺഗ്രസ് നിലനിൽക്കുന്നത് തന്നെ റബ്ബർ കർഷകൻ, പട്ടയം, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ ഒന്നും കേരള കോൺഗ്രസ് എത്രയോ ദശകം മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ UDFിൽ കേരള കോൺഗ്രസ് തുടരുന്നതിൽ തന്നെ എന്തർത്ഥമാണുള്ളത്? ചോദ്യം പ്രസക്തി ഉള്ളതാണ്, ഒളിച്ചു വെക്കുന്നില്ല. അതായത് ഇന്ന് കാർഷിക മേഖല മുഴുവൻ ദുഃഖത്തിലാണ്. റബ്ബർ കർഷകൻ്റെ ബുദ്ധിമുട്ട് 112 രൂപയായി 1 കിലോ റബ്ബർ. ഇതാ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി കൊണ്ട് വരാൻ പോയി. ഇന്ന് ആസിം കരാർ പോലെ തന്നെ അടുത്ത ലോക വ്യാപാര കരാറിൽ ഒപ്പിടുമെന്ന് പറഞ്ഞിരിക്കുക കേന്ദ്രം. മനസ്സിലായില്ലേ? ഈ രാജ്യം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് പോലൊരു പ്രാദേശിക പാർട്ടി കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഫെഡറൽ സംവിധാനം, ആ ഫെഡറൽ സംവിധാനത്തിൽ പൊളിച്ചെഴുത്ത് വേണം എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭണത്തിന് ഇറങ്ങാനുള്ള സമയം കഴിഞ്ഞു എന്ന് എൻ്റെ അഭിപ്രായം. അതൊന്നും ഭരണത്തിൻ്റെ ആലസ്യത്തിൽ പാർട്ടി പോയാൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരണത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് മോചിതരായി പ്രവർത്തകരെ സജ്ജമാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ആയിരം പാർട്ടികൾക്കൊന്നും നിലനിൽപ്പില്ലെന്നാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ദുഃഖം അതൊക്കെ തന്നെയാണ്. അതല്ലാതെ ആരോടെങ്കിലും വ്യക്തിവിരോധം അല്ല. ഈ സാധ്യത മുന്നിൽ കണ്ടാണോ ഇങ്ങനെ ഒരു കോഴ വിവാദം? ഇപ്പോൾ ഈ സാധ്യതയെ അടച്ചു കളഞ്ഞല്ലോ ഈ കോഴ വിവാദം. ഞാൻ അതാണല്ലോ അന്ന് പറഞ്ഞത്, വീണ്ടും ഞാൻ പറയാത്തത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതും അത് തന്നെയാണ്. മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടി എന്ന നിലയിൽ തന്നെയാണ് മാണി സാറിനെതിരെയുള്ള ആരോപണത്തെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിടത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. നവംബർ 1 മുഖ്യമന്ത്രിക്ക് പട്ടയത്തിൻ്റെ കാര്യത്തിൽ അന്ത്യശാസനം കൊടുത്തിരുന്നു. നവംബർ 3 പട്ടയം കൊടുത്തു തുടങ്ങി. പക്ഷേ ആദിവാസിക്ക് പട്ടയം കൊടുത്തിട്ടില്ല. ഈ ഷോ കൊണ്ടൊന്നും കാര്യമില്ല. പട്ടയം കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കണം. അത് ഉപാധിരഹിതമായ പട്ടയമായിരിക്കും. ഇതെല്ലാം ബാറിൽ മുങ്ങിപ്പോയി. ബാറിലൊന്നും മുങ്ങില്ല. ബാർ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ബാറിൽ മുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പം നമ്മുടെ ടൗണിലൊന്നും മനുഷ്യനില്ലെന്നായി. ഒന്നാമത് മനുഷ്യൻ്റെ പോക്കറ്റ് കാശില്ല. മനസ്സിലായില്ലേ? 2, ബാറുകൾ മുഴുവൻ പൂട്ടി മുട്ടക്കച്ചവടക്കാരൻ പട്ടിണി കിടക്കുക.
മുട്ടയെ സോഡക്കാരന് വല്ല മാർഗമുണ്ട് അത് ചുമ്മാ അവരെല്ലാവരും പട്ടിണി എടുക്കുക. പക്ഷേ ഈ പിണറായി വിജയനും എല്ലാ മത്സ്യക്കച്ചവടക്കാർ കേരള കോൺഗ്രസ് അതെല്ലാം താങ്കൾ പറഞ്ഞ ശരിയാണ്. പക്ഷേ പിണറായി വിജയനും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ എന്താ? ഇപ്പോൾ CPI പറയുന്നു മാണിയുടെ അഴിമതിക്കട്ടിൽ കണ്ട് പനിക്കേണ്ട, ആ കട്ടിൽ പിടിക്കാൻ ഞങ്ങളില്ല, അഴിമതിക്കട്ടിൽ പിടിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഞങ്ങളില്ല. അങ്ങനെ CPI പറയുന്നു. അതുപോലെ സമരം നടത്തിയില്ല, CPIM ഇടതുമുന്നണി വിളിച്ചു ചേർത്തില്ല. അപ്പോൾ പിണറായി വിജയനും അല്ലെങ്കിൽ CPIM കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ എന്ത് ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്? ഞാൻ ഇടതുപക്ഷ മുന്നണിയെപ്പറ്റി ചർച്ചയ്ക്ക് പോലും ഞാനില്ല. കാരണം 2003 ശേഷം ഞാൻ ഇടതുപക്ഷമായിട്ട് ഒരു ബന്ധവുമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ ഞാൻ നിയമസഭ കാണുമ്പോൾ മിണ്ടുന്നുള്ളതല്ലാതെ അവരുടെ നേതാക്കന്മാരോട് എനിക്ക് ഒരു ബന്ധവുമില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് തന്നെ എത്രയോ നാളായി. അതിങ്ങനെ അടുത്തിരുന്ന് പോലും കണ്ടിട്ടില്ല. പിന്നെ ഞാനെന്തിനാണ് അവരുടെ അഭിപ്രായം പറയുന്നത്? പക്ഷേ പന്നിൻ്റെ രവീന്ദ്രൻ്റെ ഒക്കെ വർത്തമാനം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഞങ്ങളാരാണ്ട് ഈ പന്നിൻ്റെ പുറകെ നടന്ന മാതിരിയാണ് പന്നിൻ്റെ വർത്തമാനം കേട്ട. പന്നിന് എന്തേലും ഉണ്ട്. അത് CPI എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സരിച്ച് തകർന്നിരിക്കുക. പന്നിന് നിലനിൽപ്പില്ല അതിനകത്ത്. CPIക്കകത്ത് CPIയുടെ ബഹുഭൂരിപക്ഷം ജില്ലാ സെക്രട്ടറിമാരും പന്നിനെതിരായ സ്റ്റാൻഡാണ്. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, പാർലമെൻ്ററി പാർട്ടിയിലൊരു ദിവാകരൻ അവിടെ പോയി വായും പൊളിച്ച് നോക്കിക്കുക, പ്രസംഗിച്ച് പോലുമില്ല. പ്രസംഗിക്കാൻ സംബന്ധിച്ചില്ല. പന്നിനും പന്നിൻ്റെ സെറ്റും മാത്രമാണ് പ്രസംഗിച്ചത്. ഗ്രൂപ്പാണ് ആകെപ്പാടെ ഒരു മുഴുത്ത ബസ്സേ കയറ്റാനുള്ള ആളില്ലാത്ത പാർട്ടിയാണ്. അവർ ഇനി അടിച്ചു പിരിയാൻ പോകുന്നു. പക്ഷേ അതിനകത്ത് മാന്യന്മാരായ നേതാക്കന്മാരുണ്ട്. അവരുടെ അഭിപ്രായം ഇതാണോ എന്ന് അധികം താമസിയാതെ അറിയാമല്ലോ. എന്നിട്ട് അതിന് മറുപടി. അല്ല, ഒരു കാലത്ത് LDF PC ജോർജിനെ ബഹിഷ്കരിച്ചിരുന്നു. ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചാൽ PC ജോർജ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് LDFിൻ്റെ നേതാക്കൾ വരുമായിരുന്നുള്ളൂ. ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി. CPIM നേതാക്കൾക്ക് താങ്കളോട് സ്നേഹമുണ്ട്. താങ്കൾ ജയരാജൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകുന്നു, CPIM നേതാക്കളെ സന്ദർശിക്കുന്നു, അവരെ പുകഴ്ത്തുന്നു. ഈ കെമിസ്ട്രി എന്താണ്? എനിക്ക് ചിരി വരുന്നതിൻ്റെ അറിയാം. ഇതെന്നെ ഒരു വശം മാത്രം പറയുന്നത്. എന്നെ ഓടിച്ചിട്ട് എറിഞ്ഞവന്മാരല്ലേ കോൺഗ്രസ്സുകാർ. അവന്മാർ ഇപ്പോൾ ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ അതെന്നെ പറയാത്തത്. അതായത് കോൺഗ്രസ്സുകാരന് ഇപ്പം എന്നോട് സ്നേഹമാണല്ലോ, എല്ലാം ചർച്ചയ്ക്ക് വരുന്നില്ലേ? ഞാൻ M ഹസനെ പറ്റി ഹസൻ എന്നെ പറഞ്ഞതിന് മറുപടി ഞാൻ ചോദിച്ചു കൊടുത്തില്ലേ? M ഹസൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരും ഇതുപോലെ നിങ്ങൾ ഒരു മുന്നണിയിലാണ്. പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളാണ് താങ്കൾ. LDFിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും താങ്കൾ അത്ര രൂക്ഷമായ പദപ്രയോഗങ്ങൾ താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾക്ക് സ്നേഹമാണ് അവരോട്. ഒരു ഇത്രയും പറഞ്ഞൊരു കാര്യം പറയാം. മറ്റു പല നേതാക്കന്മാരോട് കമ്പയർ ചെയ്യുമ്പോൾ പിണറായി വിജയൻ എത്രയോ മാന്യന് എന്ന് ആലോചിച്ച് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറ. പ്രകാശ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഒന്ന് പറയാം, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്രകാശ് നമ്മുടെ VSനെ ഉൾപ്പെടെ കമ്പയർ ചെയ്ത് നമ്മുടെ ഓരോ ചരിത്രം എടുത്ത് നോക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. VS അച്യുതാനന്ദൻ എൻ്റെ മകൻ അവിടെ കോറിയാന്ന് പറയും ബഹളം വെച്ചു. നിങ്ങളെല്ലാം ആഘോഷിച്ചു. കാറിൽ നിന്നൊരു വടച്ച് കെട്ടി അവിടം വരെ വന്നു. ഞാൻ പറയടാ അത് കിട്ടാൻ നിനക്ക് ഷെയർ വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ഷെയറിന് വേണം. ഏത് 10-30 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ബിസിനസ് കാറിൽ നിന്ന് വരങ്ങ് പൂട്ടി. ഉദാഹരണമാണ്. അതിപ്പം ആരാണോ ഈ കാർന്നവർ ചുമന്ന് അവിടെ കൊണ്ടുപോയത് അവനെ ഇപ്പോൾ അത് നടത്തുന്നത്. കോടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാർന്നവർക്ക് ഒരു വിഷമവും ഇല്ല. അതിലും ശ്രീ PC കുറ്റബോധം ഉണ്ടാവുമല്ലോ. കാരണം ഒരു കാലത്ത് VSനൊപ്പം നിന്ന് പിണറായിയെ ലാവലിന്റെ കാര്യത്തിൽ അതുപോലെ കാര്യങ്ങൾ പിണറായിക്കെതിരെ നിശിത വിമർശനം നടത്തിയിരുന്ന ആളാണ് താങ്കൾ. ഇന്ന് പിണറായി നല്ലതായി ഇടയ്ക്ക് ഒരു ചോദിക്കുക. ആ ചോദ്യ കുഴപ്പം വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത്. എൻ്റെ മകൻ എല്ലാ നിയമവും പാലിച്ച് കോറിയെടുത്ത് ഞാൻ പക്ഷേ എതിർത്തു. അത് വേറെ കാര്യം. കാർന്നവരും കൂടെ വന്ന സ്ഥലത്ത് നമ്മൾ ഇട്ടേച്ച് പോടാന്ന് പറഞ്ഞു. അവനെ ഓടിച്ച് ഞാൻ അവിടുന്ന്. അവൻ്റെ മുതലും മേടിച്ച് അവൻ പിരിഞ്ഞവിടുന്ന്. ഇപ്പോൾ കോടികൾ ഉണ്ടാക്കുക. ഇവന് ഈ കാർന്നവർ അവിടെ VSനെ ചോദിച്ചുകൊണ്ട് ഒന്നും ഇല്ലാതിരിക്കുന്നത്. കാർന്നവർക്ക് ഒരു പരാതിയില്ല. അപ്പോൾ എൻ്റെ മകൻ എന്നെ ചീത്ത വിളിച്ചാൽ എനിക്ക് കുറ്റം പറയാൻ പറ്റുമോ? അല്ല, മുൻപ് ഒരു ഉദാഹരണം പറയാം. അടുത്ത ഒരു ഉദാഹരണം കൂടെ. ഈയിടെ നിങ്ങളുടെ ചാനലിലെല്ലാം വന്നുകൊണ്ടിരിക്കുക. എൻ്റെ PAയുടെ അനിയൻ പറയട്ടെ. ശരിയായി സത്യസന്ധമായി പോകണം. വയസ്സ് 92 ശ്രീ PC ജോർജ് ഒരു കാലത്ത് VSനൊപ്പം നിന്നുകൊണ്ട് പിണറായി വിജയനാണ് ഏറ്റവും തെറ്റായ രാഷ്ട്രീയക്കാർ. അല്ലല്ല, PC ജോർജിന് അന്നൊന്നും ബോധമുണ്ടല്ലോ. തെറ്റായ രാഷ്ട്രീയക്കാരാണ്, അഴിമതിക്കാരനാണ്, ലാവലിൻ്റെ ഇടപാടി കുഴ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് VSനൊപ്പം ചേർന്ന് പിണറായി വിജയനെ നിശിതമായി വിമർശിച്ചിരുന്ന PC ജോർജ് താങ്കളിപ്പോൾ പറയുകയാണ് പിണറായി വിജയനാണ് ഉള്ളതിൽ നല്ല രാഷ്ട്രീയക്കാരൻ. താങ്കൾക്ക് തെറ്റുപറ്റിയോ? പിണറായി വിജയൻ അന്നും ഒരുപോലെ തന്നെ താങ്കൾക്ക് വീഴ്ച പറ്റിയോ? വീഴ്ച പറ്റിയല്ല. അതിൻ്റെ കാര്യം പറയാം. VS വയസ്സ് 92 കുഴപ്പമാണ്. ആരെങ്കിലും സെക്രട്ടറിമാർ എഴുതി കൊടുത്ത് അങ്ങ് വായിക്കും നിയമസഭയ്ക്കകത്ത്. അങ്ങനെ കുറ്റം പറയാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ.
അങ്ങനെ പഴയ VS അല്ല, നമ്മൾ അങ്ങനെയായിട്ട് കൂടി നടന്ന കാലത്ത് VS അല്ല. നിങ്ങൾക്ക് അറിയില്ല പറയാം. പിണറായിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. പിണറായിക്ക് മാറ്റം പിണറായി ഉണ്ടായില്ല. മുതലാളി എന്ന് വിളിച്ചിരുന്ന ആൾ ഇപ്പോൾ പിണറായിക്ക് പിണറായി മാറ്റം- സഖാവ് എന്നാണ് വിളിക്കുന്നത്. അതാണ് മാറ്റം. അതെ, ഇപ്പോൾ പിണറായി സഖാവ് എന്നല്ലേ പറഞ്ഞത്. സഖാവെന്ന് എല്ലാവരും പറഞ്ഞു. അതൊരു അല്ല, മുൻപ് ശകാര പദങ്ങളായിരുന്നു ഉപയോഗിച്ചത്. ഞാൻ ഏതായാലും നിങ്ങൾ എന്നെ വിശ്വസിച്ചു. പിണറായിയായിട്ട് ഒരു കാര്യം, രാഷ്ട്രീയ കാര്യമോ അല്ലാത്ത കാര്യമോ ഒരു കാര്യം ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. ഞാൻ പറയുന്ന എല്ലാ കാര്യം വിശ്വസിക്കുക. ചിലത് നിങ്ങൾ വിശ്വസിക്കുക, ചിലത് വിശ്വസിക്കാതിരിക്കുക. PC ജോർജിന്റെ രാഷ്ട്രീയ വിലയിരുത്തലുകളിൽ പാളിച്ച പറ്റിയോ? ഇല്ല. അതായത് എൻ്റെ രാഷ്ട്രീയം correct ആണ്. ഇടക്കാലഘട്ടത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്നു, പിന്നെ ഉമ്മൻചാണ്ടിക്ക് എതിരായി. അതുപോലെ തന്നെ KM മാണിയെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ പാർട്ടി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചോ എന്ന് സംശയിക്കുന്ന ആളുകൾ LDFിലേക്ക് പോകാൻ ശ്രമിച്ചു. അതിനു മുമ്പ് പിണറായിയെ അപ്പോൾ ഓരോ സമയത്തും അങ്ങനെ പോകണം. എനിക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. എന്നെ തൂക്കിലാമല്ലുണ്ട്. എന്നെ താമരല്ലേ അത്? അല്ല, പാർട്ടിയെ മൊത്തമായി കൊണ്ടുപോകണ്ടേ? അത് എനിക്ക് പാർട്ടി കൊണ്ടുപോകുന്നത് എനിക്ക് പോകണമെന്ന് എനിക്ക് പോകാറില്ല. PC-യുടെ ഈ പിന്മാറ്റം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ മിതത്വം ഇതിന്റെ പുറകിൽ രണ്ട് കാര്യങ്ങൾ. ഒന്നുമില്ലെങ്കിൽ ബാറുകാരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ സമ്മർദ്ദങ്ങൾക്ക് ഒരു രൂപ പോലും ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വന്നല്ലോ, ഏതെങ്കിലും ബാറുകാരന് 1 രൂപയെങ്കിലും എനിക്ക് പിരിവ് തന്നെ പറയട്ടെ. PC അതല്ലെങ്കിൽ എന്താണ് PC? വർത്തമാനം പറയുന്നത്. അന്ന് ഈ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ ദിവസത്തിൽ നിന്ന് ഇന്നത്തേക്ക് എത്തിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പിന്മാറുന്നു. എല്ലാ കാര്യത്തിനും PC-ക്ക് പറയാൻ ന്യായങ്ങളുണ്ട്. എല്ലാ അഴിമതിയും മൂടി വെക്കാൻ PC-ക്ക് അഴിമതി മൂടി വെക്കുന്ന ഈ അഴിമതി അറിഞ്ഞ, അത് സമയത്തിന് ജനങ്ങളെ അറിയിക്കാതിരുന്ന, അതിനുശേഷം ബിജു രമേശ് പറഞ്ഞപ്പോൾ അതിനൊപ്പം കൂടിയ, ഇപ്പോൾ അഴിമതിയെ മൂടി വെക്കുന്ന ഒരു നേതാവായി PC എന്തുകൊണ്ട് മാറി? അത് വിശദീകരിക്കപ്പെടണമല്ലോ. അങ്ങനെയൊക്കെ എന്നെ അങ്ങ് പറഞ്ഞ് പ്രകോപിപ്പിച്ച് എന്തെങ്കിലും പറയിക്കാമെന്നൊന്നും പ്രകാശ് കരുതണ്ട. അങ്ങനെ പ്രകോപിതനാകുന്ന ആളല്ല ഞാൻ. പ്രകാശിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രകാശ് ഉദ്ദേശിക്കുന്ന ഉത്തരം എന്നിൽ നിന്ന് കിട്ടണമെന്ന് പ്രകാശ് നിർബന്ധം പിടിക്കരുത്. ശരി ഉത്തരം കിട്ടണമെന്ന് മാത്രമേ പ്രകാശ് നിർബന്ധം പിടിക്കാവുള്ളൂ. ദെൻ ഓക്കെ. ഇപ്പോൾ പ്രകാശിൻ്റെ ആഗ്രഹം, പ്രകാശിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉത്തരം ഞാൻ പറയണമെന്ന്. ആ ഉത്തരം എനിക്ക് പറയാൻ കഴിയില്ല. കഴിയാത്തത് എന്നാന്ന് വെച്ചാൽ ഓരോ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ബാർ വിഷയത്തിൽ ഈ ബാർ ഒരു വിഷയമല്ല ഇപ്പോൾ എൻ്റെ മുമ്പിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൂട്ടിക്കെട്ടി പോയി. ഇപ്പോൾ ഗവൺമെൻറ്റിന് പോലും കാര്യമില്ല, കോടതി കിടക്കുക. കോടതിയാണ് നിശ്ചയിക്കുന്നത്. പിന്നെ എന്തിനു നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയുന്നു? ഇവിടെ ഇത് ആ പാവപ്പെട്ട ആദിവാസികൾ എല്ലാം ഭൂമി കിട്ടാൻ വേണ്ടി നിപ്പ് സമരം നടക്കുന്നു. നിങ്ങൾ അതൊക്കെ പറയുന്നേ. ഇവിടെ കൃഷിക്കാർ ആദിവാസിക്ക് പട്ടയം കൊടുക്കണ്ടേ? ഇത് അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ ഓർത്ത്. പക്ഷേ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കങ്ങൾ നേരത്തെ പല രീതിയിൽ പറഞ്ഞിരുന്ന ആഭ്യന്തര തർക്കത്തിൽ KM മാണിയെ സംരക്ഷിക്കാൻ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് മാത്രമേ, പഴയ ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. PC ജോർജൊന്നും 7 അയലത്തില്ല. സംരക്ഷിക്കാൻ എത്തുന്നത് ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും PJ ജോസഫിന്റെ പഴയ ഗ്രൂപ്പാണ്. നിങ്ങളുടെ ശത്രു ഗ്രൂപ്പ് എന്ന് പമ്പ് പറഞ്ഞിരുന്ന ആ ഗ്രൂപ്പ് അവിടെ ആധിപത്യം സ്ഥാപിച്ചു. ഇനി PC ജോർജിന് UDF-ൽ മാത്രമല്ല കേരള കോൺഗ്രസിലും പ്രസക്തി നഷ്ടപ്പെടില്ലേ? പോട്ടെ, അത്രയും ശല്യം കുറയുമല്ലോ. അപ്പോൾ ആ ബോധം ഉള്ളിലുണ്ട്. എനിക്ക് ഒരു ബോധക്കുറവുമില്ല. നല്ല ബോധത്തിൽ കള്ളു കുടിക്കുകയില്ല. നല്ല ഓർമ്മയുണ്ട്, നല്ല ചിന്തയിൽ നടക്കുന്നു. അങ്ങനെയാണെങ്കിലും വിനോദം എന്നെ ഒന്ന് വിട്ടേച്ചാൽ ഞാൻ പൊക്കോളാം. പ്രശ്നം തന്നെ. നിങ്ങൾക്ക് ഭാവി രാഷ്ട്രീയമൊന്നും ഞാൻ പ്രവചിക്കുന്നില്ലല്ലോ. എന്തും നേരിടാനുള്ള നല്ല ആരോഗ്യത്തിലും നല്ല ചിന്തയിലാണ് നിൽക്കുന്നത്. ഞാൻ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെ ആരുടെയും കാലെ പിടിച്ചിട്ടില്ല. ഇനിയും കാല് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടതാണ്. പിന്നെ MLA സ്ഥാനം പോലും വേണോ എന്ന് പോലും ഞാനിപ്പോൾ ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ചിന്ത പലതാണ്. ആ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, ശരിയോടൊപ്പം ഉള്ള പ്രയാണം. ശരിയോടൊപ്പം നിൽക്കുകയാണ്. 100 ചില്ലാൻ കോടി രൂപ വ്യാജ വിദേശ മദ്യം ഇറക്കുമതി ചെയ്തതിലൂടെ ഇവിടെ 103 കോടി രൂപ എന്ന് ഞാൻ പറഞ്ഞു. 103 കോടി രൂപ വ്യാജ വിദേശ മദ്യം ഇറക്കുമതി ചെയ്തതിലൂടെ ആര് പറ്റി? എങ്ങനെയാ? താങ്കൾ കൂടി ഉൾപ്പെട്ട സർക്കാരാണ് വ്യാജ വിദേശ മദ്യം ഇറക്കുമതി ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, വ്യാജം എന്ന് പറഞ്ഞില്ലേ? വിദേശ മദ്യം കേരളത്തിൽ കൊണ്ടുവന്ന് ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുന്നതിൻ്റെ കൂടെ ആവശ്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനം പോലും ഏറ്റെടുത്ത് നടപ്പാക്കി മദ്യം കൊടുത്ത് അതിലൂടെ കമ്മീഷനായി 103 കോടി രൂപ കേരളത്തിലെത്തിയിട്ടുണ്ട്. അത് എവിടെ പോയി? അത് അന്വേഷിക്കുക. നിങ്ങൾക്ക് എന്നാ പണി? ഞാൻ മാത്രം മതി അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് എന്നാ പണി? നിങ്ങൾക്ക് എന്നാ ജോലി? അടുത്ത ഒരെണ്ണം കൂടെ പറയാം. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 10 ലോഡ് മനസ്സിലായില്ലേ? 10 ലോഡ് സ്പിരിറ്റ് കേരളത്തിലെത്തിയിട്ടുണ്ട്. 10 ലോഡ്. വലിയ വെളിപ്പെടുത്തലായി. എല്ലാ ദിവസവും പത്രങ്ങളും വന്നുകൊണ്ടിരിക്കുന്നല്ലേ? പോരാ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ
ഞാൻ പിന്നൊക്കെ അപ്പോൾ എല്ലാം പി സിയുടെ കയ്യിലുണ്ട്. അതായത് 103 കോടി രൂപ അല്ലെങ്കിൽ 130 കോടി രൂപ പറ്റിയത് ആരാണെന്നുണ്ട്. 10 ലോഡ് സ്പിരിറ്റ് എങ്ങനെ വന്നതെന്നുണ്ട്, ആരെവിടെ വെച്ചാണ് ഒന്നും പറയാതെ. അല്ലല്ല, പി സിക്ക് നമ്പർ വേണം. തരാം. അപ്പോൾ ആ നമ്പറിന് ഭരണകൂടവുമായി ബന്ധമുണ്ടോ? ഇല്ല, ഭരണകൂടം അതൊക്കെ അത് വേണ്ടപ്പെട്ടതെല്ലാം ജാക്കറ്റ് പിടിച്ചാണ് ഇങ്ങോട്ട് കടത്തുന്നത്. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുകൊണ്ടാണല്ലോ 10 കോടി നിന്നത്. അല്ലെങ്കിൽ 100 കോടി വന്നേന്. ഇവിടെ വ്യാജമദ്യം ദുരന്തമുണ്ടായ ആ കാര്യത്തിൽ ഈ വിവാദം നമ്മുടെ ആഭ്യന്തരമന്ത്രിയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വളരെ ആത്മാർത്ഥമായ ശ്രമം നടത്തി. ഉമ്മൻചാണ്ടിക്ക് ഈ വിവാദത്തിൽ എന്താണ് പങ്ക്? ഉമ്മൻചാണ്ടി വിവാദം എന്താ വന്നു അദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ പറ്റില്ല. പി സിയുടെ അഭിപ്രായത്തിൽ എനിക്ക് കേരളത്തിൽ എന്ത് നടന്നാലും അദ്ദേഹം അറിയും. അദ്ദേഹം അറിയാത്തൊരു കാര്യമില്ല. അതല്ലാതെ തന്നെ എനിക്കറിയില്ല. കെ ബാബു അല്ലേ എക്സൈസ്? പുള്ളി അറിയാതെ എക്സൈസ് വല്ലതും ഉണ്ട്? ഇതിൽ ഉണ്ടാവുന്നൊരു സംശയം, 1 കോടി KM മാണിക്ക് കിട്ടി, അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവിടെ നിൽക്കട്ടെ. അപ്പൊ എക്സൈസ് സമ്മതിക്കുന്നില്ല. എക്സൈസ് ആ 1 കോടി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എക്സൈസ് മന്ത്രിക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവുന്നുള്ളതാണ് ചോദ്യം. അത് കേരള കോൺഗ്രസ് ആരും ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചു, ഞാൻ അതിനെതിരെ പറയുന്നില്ല. ചോദിക്കണം. നിങ്ങളുടെ നിസ്സഹായത എന്നതിനപ്പുറം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ആവശ്യമല്ലേ? ഈ നേരത്തെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം പോലും പറയുന്നു മാണി സാറിൻ്റെത് ചെറിയ അഴിമതിയാണ്, അതിനേക്കാൾ വലിയ അഴിമതി വേറെ ഉണ്ടെന്ന്. അതെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ? അത് പറട്ടെ. കേരള കോൺഗ്രസ് എം ആയിട്ട് ബന്ധപ്പെട്ട്, ധനവകുപ്പുമായി ബന്ധപ്പെട്ട് നികുതി ഇളവിൻ്റെ കാര്യത്തിൽ വലിയ അഴിമതി. ഇതിൽ മാത്രമല്ല സ്വർണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രവ്യാപാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നടക്കുന്നു. അതിലേക വൈസ് ചെയർമാനായ PC ജോർജിന് ഇതെല്ലാം അറിയാം, ചിലപ്പോൾ പാർട്ടിക്കും അറിയാം. ആ വിവാദം താങ്കൾ A ഗ്രൂപ്പിനെയും ഉമ്മൻചാണ്ടിയെ എല്ലാം വലിച്ചിട്ട് അവസാനിപ്പിച്ച് ആ കോഴ ഇടപാടുകൾ മുന്നോട്ട് പോവുക, അതിനുള്ള ഒരു ഒത്തുതീർപ്പ് എന്നുള്ള ഉപകരണമാണ് കേരള കോൺഗ്രസിലെ ഏക വൈസ് ചെയർമാൻ മാണിയെ സംബന്ധിച്ച്, അല്ലേ? അല്ലെങ്കിൽ എന്താ ഇതിങ്ങനെ തർക്കമായപ്പോൾ ഒരാൾ പറയുന്നു KM മാണി സാറിന് ഇങ്ങനെ എല്ലാത്തിൽ നിന്നും രക്ഷിച്ച് കൊണ്ടു നടക്കുന്നു PC ജോർജ്. അത് ആള് തന്നെ അടുത്ത നിങ്ങളുടെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പുള്ളി പറയുന്നത് എന്താ, എന്നെ ഇത് ജോസഫ് ഗ്രൂപ്പ് മാത്രമാണ് സാറിനെ രക്ഷിക്കാവുള്ളൂ, PC ജോർജ് ഇതേ പുറത്തായിരിക്കുന്നു. ആ മനസ്സിൽ ഞങ്ങൾ ഒന്നിക്കാൻ നിൽക്കട്ടെ, വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഇതിൽ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി കേരള കോൺഗ്രസിന്റെ ഈ കൊള്ളരുതായികൾക്ക് മുഴുവനും ചൂട്ടുപിടിക്കുന്നു. അവസാനം പ്രതിസന്ധി വരുമ്പോൾ ഉമ്മൻചാണ്ടിയെയും ബാബുവിനെയും UDF-നെയും എല്ലാം വലിച്ചിട്ട് അതൊരു വലിയ വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം ഉദാഹരണങ്ങളുടെ PJ ജോസഫിൻ്റെ വിമാനയാത്രാ വിവാദം, SMS വിവാദം, രാജകുമാരി ഭൂമി ഇടപാട് വിവാദം, PC ജോർജ് ഉൾപ്പെട്ട എല്ലാ വിവാദങ്ങളും PC താല്പര്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വെച്ച്, PCക്ക് കൂടി നിയന്ത്രണമുള്ള ഒരു ഘട്ടത്തിൽ വെച്ച് അവസാനിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമല്ലേ ബാർക്കോഴ ഇടപാട് ഞാനുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അത് ഞാൻ പോലും ആദ്യം ബാറിൻ്റെ വാർത്തയെല്ലാം വന്ന് എനിക്ക് തോന്നുന്നത് അത് ആദ്യം വന്നത് ഈ നമ്മുടെ ചാനലിൽ തന്നെ തോന്നുന്നു. അത് കയ്യിലാക്കി ഈ കാര്യത്തിൽ വന്നു. പലരും വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാൻ ആദ്യം മിണ്ടിയില്ല, എന്താണെന്ന് അറിയണ്ടേ. പക്ഷേ ഈ ഉണ്ണി പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ട് താൻ. അപ്പോൾ കത്തി അങ്ങോട്ട് കയറുക, ആരുമില്ല മിണ്ടാൻ. അപ്പം ആരും മിണ്ടായില്ലെന്ന് കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് ബിജു അങ്ങോട്ട് ഷൈൻ ചെയ്ത് കയറുക. എന്നാ ഒന്ന് കയറ്റിയിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ 4 പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ പ്രകാശ് നിങ്ങൾ 3 സുഹൃത്തുക്കളോട് പറയുക, ഇവൻ്റെയൊക്കെ എല്ലാം പഠിച്ചിട്ടുള്ളവനെയാണ്. ഈ ബിജു രമേഷ് എന്ന് പറയുന്നയാൾ 16 കൊല്ലം 10 ചരിത്രം പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് ഒരു സ്വർണ്ണക്കട, സണ്ണി അറിയാമല്ലോ, സണ്ണി സ്വർണ്ണക്കടക്കാരൻ. സണ്ണി എല്ലാ പാർട്ടിയുടെ ആളാണ്, ഉമ്മൻചാണ്ടിയുടെ ആളാണ്, മാണി സാറിൻ്റെ ആളാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആളാണ്, നമ്മുടെ കോടിയേരിയുടെ ആളാണ്, എല്ലാ പാർട്ടിയുടെ ആളാണ് ഈ സണ്ണി. നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ. അങ്ങേരെ സ്വർണ്ണക്കട, ഇപ്പോൾ അങ്ങേരെ സ്വർണ്ണക്കട ഈ ബിജു വെച്ച് അടിച്ചു വിട്ടു. ആ മുകളിൽ ഒരു മുറി 1 മണിക്കൂർ നേരത്തേക്ക് 5000 രൂപ കപ്പിൾസിനെ കൊടുക്കുള്ളൂ, 1 മണിക്കൂറേ കൊടുക്കുള്ളൂ. അത് ബാക്കി ഞാൻ പറയണം. അങ്ങനെ പണമുണ്ടാക്കിയ ബിജു വലിയ വർത്തമാനമൊന്നും പറഞ്ഞ് ഇറങ്ങരുത്, ഇഷ്ടപ്പെടുകയല്ല, ഭാര്യയെ അടിക്കും. മനസ്സിലായില്ലേ? പക്ഷെ അതൊന്നും മറ്റേ വൃത്തികേട് പറഞ്ഞാൽ മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞോണം. മനസ്സിലായില്ലേ? ബിജു രമേശിനെ താങ്കൾ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല, അവന്റെ സ്വഭാവവും അവന്റെ ജീവിതവും അവന്റെ സമ്പത്തും. അതായത് താങ്കൾ വെല്ലുവിളിക്കുന്നത് KM മാണിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ ഞങ്ങളും ആരോപണം പറയരുത്. മാണി സാർ അഴിമതി കാണിച്ച് കമത്തെ അക്കവിട്ട് നിരത്തട്ടെ,
അയാൾ നിരത്തുന്നുണ്ടല്ലോ. എന്നാ നിരത്തുന്നുണ്ട്? അയാൾ ഓരോ കാര്യങ്ങളും എവിടെ പറയുന്നുണ്ട്. 1 രൂപ കൈക്കൂലി കൊടുത്തു? പണം കൊടുത്ത സമയം പറയുന്നുണ്ട്, പണം എന്തിന് കൊടുത്ത കൊടുത്തു? രീതി എന്തിന് കൊടുത്തു പറയുന്നുണ്ട്, പ്രകാശ്? ഏതെല്ലാം കാര്യങ്ങൾ എന്തിനു കൊടുത്തു? അയാള് വിജിലൻസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? എന്താ കൊടുത്തത്? അഴിമതി കാണിച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ വിജിലൻസ് ഡോക്യുമെന്റ് PC കണ്ടത്? അയാള് പറയുന്നു, അയാൾ പറഞ്ഞ എല്ലാ മൊഴിയും ഞാൻ കൊടുത്തു, ഞാൻ പുറത്ത് പറഞ്ഞല്ല അകത്ത് പറഞ്ഞു പറയാം. അപ്പൊ PC പോലുള്ളവർ ഈ വിജിലൻസിന് ബിജു രമേശ് എന്താണ് മൊഴി കൊടുത്തത് എന്ന് മൊഴി കൊടുത്തതിന് ശേഷം നോക്കുന്നു. ഞാൻ വിജിലൻസിന്റെ ഒരു കള്ളാതെ കണ്ടു ഒരുത്തനെ കാണാനും പോയിട്ടില്ല. അഴിമതി എന്ന് ഞാൻ ചോദിക്കുന്നത്, ഇയാള് പച്ചക്ക് ഒന്ന് പറയണം, ഇത്ര രൂപ KM മാണി എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്ക് എൻ്റെ ഹോട്ടലിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈക്കൂലിയായി കൊടുത്തിട്ട് പറയട്ടെ. ഇത് PC അന്ന് പറയാമായിരുന്നല്ലോ. അന്ന് ബിജു രമേശ് വെളിപ്പെടുത്തിയ ദിവസം PC പറയാമായിരുന്നു, ബിജു രമേശ് നിങ്ങൾ കൊടുത്ത സമയവും കൊടുത്ത രീതിയും വെളിപ്പെടുത്തൂ എന്ന് പറയാതെ 15 കോടി രൂപ ശേഖരിച്ച കാര്യം എനിക്കറിയാം, 1 കോടി മാണിക്ക് നിൽക്കട്ടെ, ബാക്കി 12 കോടി അതാണ്. അന്ന് എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തില്ല? അന്ന് ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ലല്ലോ. പ്രകാശിന്റെ ഏറ്റവും വലിയ തെറ്റതാ. പ്രകാശ് വീണ്ടും 1 കോടി മാണിക്ക് കൊടുത്ത് ഇരിക്കട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതായത് നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്, കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. മാറ്റിവെക്ക ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോന്ന് ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരും കണ്ടത്, ഇങ്ങോട്ട് എടുക്ക, എല്ലാവരും കണ്ട ഇങ്ങോട്ട് എടുക്ക്, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. ബാക്കി തുകയുടെ കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. എനിക്ക് യാതൊരു ഓർമ്മക്കുറവില്ല. ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ KM മാണി എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. എന്താ അയാൾ പറഞ്ഞിരിക്കുന്നത്? അയാൾ വളരെ ബുദ്ധിപരമായിട്ടല്ല പറഞ്ഞു. കൈക്കൂലി കൊടുത്തു എന്ന് അയാൾ പറഞ്ഞെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. മനസ്സിലായോ? കേസ് ഫയൽ ചെയ്യും അയാൾക്കെതിരെ. അങ്ങനൊന്നും വർത്താനം പറഞ്ഞ് അയാൾ രക്ഷപ്പെടാൻ നോക്കണ്ട. പിന്നെ എൻ്റെ പ്രകാശം ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾക്ക് എന്തും പറയാം. എന്നെപ്പറ്റി വൃത്തികേട് പറയാൻ ഞാൻ സമ്മതിക്കാല്ല. മനസ്സിലായോ? അതിനുശേഷമാണ് ക്ഷുഭിതനായത്. അതെ, സംശയമുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് ഗ്രാമീണ ഭാഷ പിന്നെ പറയുന്നില്ല. ടെലിഫോൺ സംഭാഷണത്തെ കുറിച്ച് വൃത്തികേട്ട വർത്തമാനവും പറഞ്ഞു. ഞാൻ പറയാത്ത, ചിന്തിക്കാത്ത, മനസ്സിൽ പോലും ചിന്തിക്കാത്ത വൃത്തികേടം പറയാവോ? വൃത്തികേടം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അത് പറഞ്ഞില്ല ഞാൻ മിണ്ടുകയാണ്. അവനെ ഹൂ കേഴ്സ് ദാറ്റ് ഫൂൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് ബിജു രമേശ് പറഞ്ഞതിനെ കുറിച്ച് അന്ന് ഈ വിവാദം ഉണ്ടായ ദിവസം ആവർത്തിച്ച് ചോദിക്കുകയാണ്. വിവാദം ഉണ്ടായ ദിവസം PC ഇന്നീ പറയുന്ന രീതിയിൽ KM മാണിക്ക് എപ്പോൾ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എത്ര രൂപ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം വെളിപ്പെടുത്തണമെന്ന് പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പറയേണ്ടിയിരുന്ന PC അന്ന് ഈ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ അന്ന് ഈ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ അതിന് സഹായകമായ രീതിയിൽ സംസാരിച്ചിട്ട് ഇന്ന് ഈ ദിവസങ്ങൾക്ക് ശേഷം മാറ്റി പറയുന്നു. വീണ്ടും പ്രകാശ് അവൻ്റെ വക്കാലത്ത് പിടിക്കുക. സഹായകരമായ നിലപാടും ഞാൻ അന്ന് എവിടെ വെച്ച് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ പ്രകാശ് പറഞ്ഞ് അങ്ങനെ ചോദിച്ച് അവനെ പ്രൊവോക്ക് ചെയ്ത് മാണി സാറിനെ ശരിപ്പെടുത്താൻ വേണ്ടി ജോറി പറഞ്ഞു. അന്ന് PC ജോർജ് ആവർത്തിച്ച് പറഞ്ഞത് എല്ലാം ബിജു പറയൂ എന്നാണ്. എല്ലാം ബിജു പറയൂ എന്നാണ് PC ജോർജ് അന്ന് ആവർത്തിച്ച് ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞത്. എല്ലാം പറയൂ എന്ന് പറഞ്ഞാൽ എല്ലാം പറയുന്നത് ഏതാ? ബാക്കി 12 എല്ലാം ഇങ്ങനെ പറയണോ? കേൾക്കട്ടെ. അതെ, എല്ലാം പറയൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞോക്കെ ഇനി ബാക്കിയുള്ളത് കൂടി കേൾക്കട്ടെ എന്നാണ്. എല്ലാം അല്ല ആണോ നിങ്ങള് അങ്ങനെയൊന്നല്ല. PC അന്ന് പറഞ്ഞു കൊല്ലത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും പണം കൊടുത്തവരെ കുറിച്ച് എന്നോട് പിന്നെ ചോദ്യം പ്രകാശ് തന്നെയാണ് ചോദിച്ചത്. 26-31 തീയതി പ്രകാശല്ല, നമ്മുടെ നികേഷ കാശ് കൊടുത്തു എന്ന് പറയുന്നു. അത് പാലായിക്കോട്ടെ കൊടുത്തു എന്ന് പറയുന്നു. ഞാൻ പറയും പ്രകാശ് നികേഷ തെറ്റി, ഞാൻ പാലായി കാശ് കൊടുത്ത് പറഞ്ഞില്ല. ഞാൻ പറയുന്നു കൊച്ചിയിലാണ് കൊടുത്തതെന്ന്. ഞാനാ കൊച്ചി എന്ന് പറഞ്ഞത്, ഞാൻ പാലാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ റെക്കോർഡിംഗ് എടുക്കണം. അപ്പം എല്ലാ അഴിമതിയും എവിടെയാണ് കൊടുത്തത്? ഇപ്പോൾ കൊച്ചിയിലാണ് കൊടുത്തത്. കൊച്ചിയിൽ കൊടുത്തു എന്നുള്ളത് ശ്രീ PCക്ക് അറിയാമായിരുന്നു. പക്ഷേ PC ആ കൊച്ചിയിൽ കൊടുത്ത കാര്യം അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളാണ്. താങ്കൾ തന്നെ പറയുന്നത് ഞാൻ അഴിമതിക്കെതിരെ ഒരു സംഘടന വിവരിച്ചു, കേരള കോൺഗ്രസ് എമ്മിന് പുറത്ത് അത്തരം ആളുകളെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ആ അഴിമതിക്കെതിരെ പോരാടുന്ന ആൾ എറണാകുളത്ത് പണം കൊടുത്തു എന്ന് അറിയാമായിരുന്നു. അതുപോലെ ഉണ്ണി ഇതിനു വേണ്ടിയിട്ട് പണം നൽകിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താങ്കളോട് പറഞ്ഞിരുന്നു. സർക്കാർ ചീഫ് വിപ്പ് കൂടിയ താങ്കൾ ജനങ്ങളോടും മാധ്യമങ്ങളോടും സർക്കാരിനോട് തന്നെ ഇങ്ങനെ ഒരു ഇടപാട് നടക്കുന്നു എന്ന് പറയാതെ നിശബ്ദമായി ഇരുന്ന ശേഷം ബിജു രമേശ് വെളിപ്പെടുത്തുമ്പോൾ ഇതും ഇതിനപ്പുറവും എനിക്കറിയാമായിരുന്നു കൂട്ടിച്ചേർത്ത് പറയുന്നു. അതിലൊരു ഒരു ഒളിച്ചു വെക്കലില്ലേ? എന്തുകൊണ്ട് ഒരു കുരുപ്പുണ്ടെന്നില്ലേ? ഒരു കുരുപ്പും വേണ്ട. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതുപോലെ ചാനലിൽ പറയേണ്ട കാര്യമല്ല. ചാനൽ ഇപ്പോഴും ബാക്കി പറയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഒരു പാർട്ടിയുണ്ട്, എനിക്കൊരു മുന്നണിയുണ്ട്, അവിടെയൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരോട് പറയേണ്ടതോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോട് പറയേണ്ട കാര്യങ്ങൾ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. മാണിസാറിനോട് പറയേണ്ട മാണിസാറിന് പറഞ്ഞിട്ട്
PJ ജോസഫ് സാറിനോട് പറഞ്ഞു. PJ ജോസഫ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അതായത് ബാർ കോഴ പക്ഷേ എല്ലാ കാര്യവും ബാർ കോഴ എന്ത് വാട്ടെ അതിൽ പണം പിരിവ് നടക്കുന്നുണ്ട്, മന്ത്രിമാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന കാര്യം അതിപ്പോ- മുഖ്യമന്ത്രി ഉൾപ്പെടെ UDF ഉൾപ്പെടെ അത് കേരള breaking കോൺഗ്രസ് ആക്കണ്ട. ഉൾപ്പെടെ പറഞ്ഞു. പ്രകാശ് അത് ബ്രേക്കിംഗ് ആക്കണ്ട. അതുകൊണ്ട് അതിന് മറുപടി അത്രേ ഉള്ളൂ. അല്ല, എല്ലാ കാര്യങ്ങളും അറിയാം. ആര് കൊടുത്തു എന്നറിയാം, എപ്പോൾ കൊടുത്തു എന്നറിയാം. അല്ല, തീയതി താങ്കളാണ് പറഞ്ഞത്. 26-ാം തീയതിയുടെ കാര്യം താങ്കളാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് 1-ാം തീയതിയുടെ കാര്യം താങ്കളാണ് എന്തിനീ പറഞ്ഞത്. ബിജു എന്ന് പറയുന്ന ആൾ 26 കയറി പിടിച്ചു 31-ലും. അല്ല, താങ്കളാണ്. ബിജു തീയതി പറഞ്ഞില്ല. ഇപ്പൊ അയാളും ആ തീയതി പറയുന്നല്ലോ. അല്ല, ഇപ്പോഴാണ് പറയുന്നത്. അന്ന് തീയതി പറഞ്ഞില്ല. അന്ന് PC ജോർജ് അങ്ങോട്ടാണ് പറഞ്ഞത് 26-ാം തീയതി അല്ലേ എന്ന് ചോദിച്ചത്. PC ജോർജ് ആണ്, അയാളല്ല. അപ്പൊ അത് 26-ാം തീയതി അല്ലേന്നല്ല ചോദിച്ചത്. 26-ാം തീയതി 31-ാം തീയതിയും ഈ ബാർ വിഷയമായിട്ട് നടത്തിയ അഴിമതിയെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ. അപ്പൊ അഴിമതി നടന്നു എന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ട്. അഴിമതി നടന്നു എന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ട് അല്ലേ? അഴിമതി നടന്നു. അപ്പോൾ പിന്നെ KM മാണി മാത്രം ആ അഴിമതി നടന്നു എന്ന് താങ്കൾക്ക് ബോധ്യമുള്ളപ്പോൾ KM മാണി മാത്രം പണം വാങ്ങിയില്ല എന്ന് താങ്കൾ എങ്ങനെ പറയുന്നു? അഴിമതി നടന്നു എന്ന ബോധ്യം താങ്കൾക്കുണ്ടെന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു. KM മാണി മാത്രം പണം വാങ്ങിയില്ല എന്ന ബോധ്യം താങ്കൾക്കുണ്ടെങ്കിൽ, ഏതായാലും പ്രതിപക്ഷത്തിനല്ലല്ലോ ഇത് തുറക്കാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ UDF-ൽ ആരൊക്കെ ഇതിൽ പണം വാങ്ങി? അത് പറയേണ്ടടുത്ത് പറയും. അത് ഞങ്ങൾ 22-ാം തീയതി UDF കൂടുന്നുണ്ട്, അപ്പോൾ പറയും. KM മാണി പണം വാങ്ങിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? പറഞ്ഞല്ലോ, ഇനിയും പറയണം, എഴുതി തരണം. UDF-ൽ ആളുകളുടെ പേര് പറയൂ. അത് എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാനങ്ങനെ പേര് പറഞ്ഞത് ശരിയല്ല. അതായത് ഒരു കാര്യം അതിന് പേര് പറയണ്ട. UDF നേതൃത്വം അല്ലെങ്കിൽ UDF-ലെ കക്ഷികൾ, അതിലെ മന്ത്രിമാർ, ആ സംവിധാനമാകെ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് താങ്കൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചാലും ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ ചോദിക്കുന്നത് പറയണ്ട. അങ്ങനെയാണ് ചോദിക്കുന്നത്. അഴിമതി നടന്നു ആ എന്ന് ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി അവിടെ നിൽക്കട്ടെ. താങ്കൾ ഒരു അഴിമതി മുന്നണിയുടെ ഭാഗമായി അല്ല, എത്ര അഴിമതി മുന്നണി അല്ല, അഴിമതി വിരുദ്ധ മുന്നണിയാണ്. അത് ആ മുന്നണിയെ കുറിച്ചല്ല, UDF-നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ മാന്യമായിരുന്നു, അതിനകത്ത് കള്ളന്മാരില്ലായിരുന്നു. ഏത് ഗവൺമെൻറ് ഒന്നും അതിനകത്തൊക്കെ കുറേ അഴിമതിയൊക്കെ ഉണ്ടാവും. അല്ല, ഈ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് താങ്കളും ബിസിനസ്സുകാരൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു പറഞ്ഞു ചായ പോലും മേടിച്ചു കൊടുക്കേണ്ടി വന്നില്ലെന്ന്. അത് ഗുരുദാസനാണ്. ബാക്കിയുള്ളവർക്ക് അതായിരുന്നു ഞാൻ പറഞ്ഞില്ല. ഞാൻ ഏത് ഗവൺമെൻറ് വന്നാലും ഇതൊക്കെ ഉണ്ടാവും ജനാധിപത്യ സംവിധാനത്തിൽ. പക്ഷേ അത് മാക്സിമം കുറയുക. ശക്തമായ പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലമേ അത് കുറയും. പക്ഷേ ശക്തമായ പ്രതിപക്ഷം ഇന്നില്ല. ഇന്ന് കേരള രാഷ്ട്രീയ ഒരു ഫ്ലൂയിഡ് സ്റ്റേജിലാണ്. ആരാണ് പ്രതിപക്ഷം എന്നറിയില്ല, ആരാണ് ഭരണകക്ഷി എന്നറിയില്ലാത്ത പൊസിഷൻ. ഇങ്ങനും ഗതികെട്ട സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ജനാധിപത്യത്തിൽ അഴിമതി പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ വേറെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറയുന്ന വസ്തുതകളാണ്. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശക്തമായ ഒരു സെറ്റപ്പിലേക്ക്, രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ എതിർക്കാനോ ഏതെങ്കിലും ഒരു വ്യക്തിയെ നശിപ്പിക്കാനോ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കാനോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ ബാർ കോഴ ഒരു സെറ്റിൽമെന്റിലേക്കാണോ പോകുന്നത്? എന്താണ് അക്കാര്യത്തിൽ PC-ക്കുള്ള നിലപാട്? ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ, എന്നെ തിരുത്തിരിക്കുകയാണ്. ബാർ കോഴ വിവാദം എന്ന് പറയുന്നത് തന്നെ വെറും വെള്ളത്തിൽ വരച്ച വരയായിപ്പോയി. കാരണം ഏതെങ്കിലും ഒരു 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 ക്രെഡിബിലിറ്റിയുള്ള വ്യക്തി വന്ന് ഇന്ന രീതിയിൽ ഇന്ന ദിവസം ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ആളുകൾ പണം കൊടുത്തു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തൊരു ഒരു 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 വിലയുണ്ടായിരുന്നു. ഇതിപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നു, പിന്നെ പറയുന്നതല്ല പിന്നെ പറയുന്നു. അങ്ങനെ ഒരു 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 പോക്ക്. അയാൾ തന്നെ പലയിടത്ത് പറഞ്ഞു ഇന്ന ആൾ കാശ് കൊടുന്നു, അവർ വന്ന് ഞങ്ങൾ കൊടുത്തില്ലെന്ന് പറയാം. അത് തന്നെ ഒരു മോശമല്ലേ? അങ്ങനെ പോകുന്ന ഒരു ഇതിൽ മാത്രമല്ല ഇപ്പോൾ സോളാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബാർ കോഴയുടെ കാര്യത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഏത് വിഷയത്തിലും UDF സർക്കാരും ഒരുപക്ഷെ LDF-ലെ ഒരു വിഭാഗവും എല്ലാം ചേർന്ന് അതിനെ വഴിതിരിച്ച് ഒരു പ്രത്യേക രീതിയിൽ എങ്ങുമെത്താതെ അവസാനിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതിനെ താങ്കളും അതിനോടൊപ്പം നിൽക്കുകയാണോ? കാരണം എന്താ വെച്ചാൽ ഇനി എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല. LDF-ൻ്റെ ഒരു ഭാഗം ഇതിനോടൊപ്പം ചേരുന്നു, UDF-ൻ്റെ ഒരു ഭാഗം, ഇവർ പ്രധാനപ്പെട്ട വിഭാഗങ്ങളല്ല ഈ അഴിമതിയുടെ ഭാഗമാണ്. ഇനി PC ജോർജ് എന്ന ഞാൻ മാത്രം ഇനി മാറി നിന്നിട്ട് കാര്യമില്ല, നിശബ്ദനായാൽ മതി, ഒന്നും പറയണ്ട, വേണമെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ചോട്ടെ എന്ന് താങ്കളും തോറ്റോ? ഞാൻ തോറ്റിട്ടുമില്ല, നിരാശ എനിക്കില്ല. പക്ഷേ പലതും ചിന്തിക്കുമ്പം വളരെ ആലോചിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അടിതെറ്റും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഒളിച്ചു നോക്കാതെ പറയും. പ്രകാശ് ഇത്രയും ചോദിച്ചോട്ടോ പറയും. ഞാൻ അങ്ങനെ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഇവിടുത്തെ ഞാൻ വെറുതെ പറയുന്നില്ല, ആദിവാസികളുണ്ട്, പട്ടികജാതിക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളി. ഇപ്പോൾ CRS ഇട്ടുകൊണ്ട് അവിടെ മത്സ്യത്തൊഴിലാളിക്ക് രക്ഷയില്ല. പാവപ്പെട്ട നാടാന്മാരുണ്ട്,
ഇതുപോലുള്ള വിഭാഗങ്ങളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗമുണ്ട്. അവരുടെ എല്ലാം കൂടെ ഒരു യോജിച്ച മുന്നേറ്റം കേരളത്തിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നോക്ക വിഭാഗമുണ്ട്, ഇവിടുത്തെ പിന്നോക്കക്കാർ മനസ്സിലാക്കി അതൊക്കെ രാഷ്ട്രീയ മുന്നേറ്റം, അത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മുന്നേറ്റം ഈ വിഭാഗങ്ങളുടെ കേരളത്തിലുണ്ടാകണം. അവരുടേതായ മേൽക്കോയ്മയുള്ള ഒരു ഗവൺമെൻറ്, അവർക്ക് തുല്യമായ പങ്കാളിത്തം കൊടുക്കുന്ന ഗവൺമെൻറ് കേരളത്തിലുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് താങ്കൾ ആഗ്രഹിച്ചു. പക്ഷേ VM സുധീരനെ പോലെ ആദർശവാദിയായ ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ഒരു ജാഥ നടത്തുകയാണ്, കേരളത്തിലെ ഏറ്റവും ആദർശധീരനായ നേതാവ് എന്ന് പറയുന്നയാൾ ഒരു ജാഥ നടത്തുന്നു. ഈ ബാർ കോഴ നിൽക്കുമ്പോഴാണ് ഒരക്ഷരം ഉയരുന്നില്ല. അപ്പോൾ സുധീരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ, പിണറായി വിജയൻ മുതൽ VS അച്യുതാനന്ദൻ വരെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതാവുകയാണ്. ഞാൻ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി അല്പമൊക്കെ സംശയം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു സംശയം വേണ്ട. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടെന്നുള്ള സംശയങ്ങളുമുണ്ട്. ഞാൻ ഇന്നിപ്പോൾ വാടനാപ്പള്ളി എന്ന സ്ഥലത്ത് ചെന്നിട്ട് ഒരു മീറ്റിങ്ങിന് അവിടെ കൂടി ജനങ്ങൾ യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അവിടുത്തെ MP 2 MLA ഉൾപ്പെടെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അവരുടെ കേക്കൽ എന്നോട് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ചെവിയിലും മനസ്സിൽ നിൽക്കുക. മനസ്സിലായില്ലേ? അതുപോലൊരു ജനം അവിടെ കൂടാറില്ല, അത്ര വലിയ ജനക്കൂട്ടമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വികാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കല്ല. ഒരു വലിയ രാഷ്ട്രീയ സമവായം എന്ന് പറയുന്നത് ഇതിൽ യോജിച്ച ഒരു മുന്നേറ്റം കേരളത്തിൽ ആവശ്യം, അത്രേ പറയുന്നു. വളരെ നന്ദി ശ്രീ PC ജോർജ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന്. ഒരു യോജിച്ച സമവായം, ഒരു രാഷ്ട്രീയ മുന്നേറ്റം, അതാണ് PC ജോർജ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ PC ജോർജ് ബാർക്കോഴ വിവാദത്തിൽ എന്തുകൊണ്ടോ എങ്ങനെയോ എല്ലാ കാര്യങ്ങളും പറയാതെ പിന്മാറുന്നു. ബിജു രമേശിൻ്റെ പല രീതിയിലുള്ള പിന്മാറ്റം, സരിതയുടെ പിന്മാറ്റം, ഇപ്പോൾ അവസാനം PC ജോർജും പിന്മാറുകയാണ്. വളരെ നന്ദി മീറ്റ് ദി എഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന്. നന്ദി.